Hello, good morning. Good morning, ma'am. Good morning, ma'am. Hi, good morning. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പിള്ളേരുള്ളൂ, 22 ഉള്ളൂല. എല്ലാവരും ഇന്ന് ഹോളിഡേ എന്ന് വിചാരിച്ചിട്ടാവോ? ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ ആയിട്ട് അവധിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ചേച്ചി പറഞ്ഞു ഇന്ന് ലീവാണ്. ക്ലാസ് ഇല്ലാന്നേ പറയുന്നുണ്ടായിരുന്നു. കുറച്ചുപേര് ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവധിയാണെന്നൊക്കെ. നമ്മളെ ഫീസ് അടയ്ക്കാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്ന ആ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടാവൂല, പൊതു അവധിയല്ല, നമുക്കും അവധിയായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പൊ എന്നോട് ക്ലാസ് ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ജോയിൻ ചെയ്ത്. ഞാനിപ്പോ ചോദിച്ചപ്പോ ആ ചേച്ചി പറഞ്ഞു ക്ലാസ് ഇല്ല, അവധിയാണ്. ശരി, എന്താ പറഞ്ഞോ? ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പൊ എന്നോട് ക്ലാസ് ഉണ്ടെന്നാ പറഞ്ഞു. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴത് കേട്ടത്. ശരി, എങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാം. നമുക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് എടുത്താൽ മതിയാകും അല്ലെ? അപ്പൊ നമ്മള് എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ഫാർമസി. നമുക്കിപ്പോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡും പേപ്പേഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തൊക്കെ തന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ? ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. അതായത് പുതിയ സിലബസ് ഒരു പാറ്റേൺ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കൊടുക്കുന്ന ഇതനുസരിച്ച് മിക്കവാറും ചില ചേഞ്ചസ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമായിരിക്കും. അപ്പൊ അത്തരം ചേഞ്ചസിൽ പെട്ടതാണ് ഇപ്പോ നമുക്ക് ഇനിയുള്ള എന്താ പറയാ, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിലായിരിക്കും എക്സാംസ് ഉണ്ടാകുക. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുമായിരിക്കും അല്ലേ? ഒരു സാറിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയോ? യെസ് മാം. അപ്പൊ അതുകൊണ്ട് ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ എക്സാംസ് ഒക്കെ ഉണ്ടാകുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും ആ ഫസ്റ്റും സെക്കൻഡും പേപ്പേഴ്സിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഏകദേശം അത് കംപ്ലീറ്റ് ആവാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്കൊന്ന് പറയാമോ ഇനി അതിനകത്ത് ഏത് ചാപ്റ്റർ ആണ് എടുക്കാത്തതെന്ന്? എന്നോടൊന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. ഒന്ന് ഉള്ളവരെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്. ഇന്ന് ഈ ക്ലാസ് ഞാൻ തന്നെയാണ് കേട്ടോ. 12 o'clock വരെ ഞാൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്തെടുക്കുക. ഇന്ന് രമ്യ മിസ് ഇല്ല. മിസ്സിന് അത്യാവശ്യമായിട്ടൊരു കാര്യം വന്നതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും. അപ്പൊ എന്റെ ഒരു ചാപ്റ്റർ ഇപ്പൊ എനിക്ക് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ തീർക്കാം. എന്റെ ആ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ആദ്യത്തെ മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സും രണ്ടാമത്തെ പേപ്പറിൽ 15 ചാപ്റ്റേഴ്സും ആണ്. ഇതിനകത്ത് ഇനി ഏതെങ്കിലും കവർ ചെയ്യാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയുമോ? കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുന്ന എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേപ്പർ വൈസ് ക്ലാസിഫൈ ചെയ്തപ്പോ ഇതിനകത്ത് ഈ 1ഉം 2ഉം പേപ്പേഴ്സിൽ എടുക്കാത്ത ചാപ്റ്റർ ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഞാൻ അതൊന്ന് നോട്ട് ചെയ്യട്ടെ. എനിക്ക് അതനുസരിച്ച് ടീച്ചേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കാനാണ്. എന്റെ ചാപ്റ്റർ ഈ 2 പേപ്പേഴ്സിലുമായിട്ട് ഒന്ന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലും എന്റെ മറ്റൊരു ചാപ്റ്റർ ഫാർമസി ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ.
ഐ തിങ്ക് സോ. എനിക്ക് അത് 2 ചാപ്റ്ററേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ചാപ്റ്റർ വലുതായതുകൊണ്ട് എനിക്ക് ഒരു ക്ലാസ്സും ഉള്ളൂ ആഴ്ചയിൽ. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഗോയിങ് ടു ബി കംപ്ലീറ്റഡ്. ഇന്നത്തോടുകൂടി തീർക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. സെക്കൻഡ് മൊഡ്യൂളില് ഏത് ചാപ്റ്റർ ആണ് മോനെ? ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ഇറ്റ്? അതല്ലേ? അതും മെഡിക്കൽ ടെർമിനോളജി ഇപ്പൊ ശരണ്യ മിസ് എടുത്തോണ്ടിരിക്കുകയല്ലേ? ഗോയിങ് അല്ലേ? ആണോ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയും. അതെ. ചാപ്റ്റർ 16 എടുത്തിട്ടില്ലല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് എവിടെയാ കിടക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പൊ തന്നിരിക്കുന്ന പുതിയ പാറ്റേൺ അനുസരിച്ച് നോക്ക്. 3ാമത്തെ ഇതിലേക്ക് പോയി, അത് പേപ്പർ 3ലേക്ക് പോയി മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ അപ്പൊ ഈ അതായത് 13+15 28 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ 1ഉം 2ഉം പേപ്പേഴ്സിൽ കിടക്കുന്നത്. ഈ 1ഉം 2ഉം പേപ്പേഴ്സിൽ ഏതെങ്കിലും ചാപ്റ്റർ ഇനി ആരെങ്കിലും ടീച്ചേഴ്സ് മനുഷ്യന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാസിഫൈ ചെയ്ത് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ടീച്ചേഴ്സും ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും എടുക്കാത്തതുണ്ടെങ്കിൽ എന്നോടൊന്ന് വേഗം പറയാനാ പറഞ്ഞത്. ഞാനൊന്ന് നോട്ട് ചെയ്താൽ എനിക്ക് ക്ലാസ് ടൈം അവരോട് പറയാൻ വേണ്ടിയിട്ടാ. അതായത് പേപ്പർ 2ലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല എടുക്കാത്തതുള്ളൂ. എന്റെ അറിവ് അനുസരിച്ചും അത് തന്നെയാണ്. ബാക്കിയെല്ലാം എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്, ഗോയിങ് ആണ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ആർക്കും? ഇനി പിന്നീട് കുറെ കഴിയുമ്പോ പരീക്ഷയുടെ ടൈം ടേബിൾ വരും ഇപ്പൊ അടുത്ത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ വരും, അതുപോലെ തന്നെ ഇന്ന ദിവസമാണെന്നൊക്കെ പറയും. അപ്പൊ 2-3 ദിവസമൊക്കെ കുറച്ച് ചിലപ്പോ ഒരു സ്റ്റഡി ലീവ് ഒക്കെ തരും. അന്നേരം പറയത് അയ്യോ ഈ ചാപ്റ്റർ എടുത്തിട്ടില്ലെന്ന് അപ്പൊ പറയാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നുകൂടി കൺഫേം ആക്കാൻ. ഞാൻ ഓൾറെഡി ടീച്ചേഴ്സിന്റെ കൺഫേം ചെയ്തപ്പോ എനിക്ക് കിട്ടിയ അറിവ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളൂ. മറ്റേത് മെഡിക്കൽ ടെർമിനോളജി ശരണ്യ മിസ് ഇപ്പൊ ഗോയിങ്ങിലാണ്, എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ്. അത് ചിലപ്പോ ടീച്ചറിന്റെ അടുത്ത് തീർന്നില്ലെങ്കിൽ, ഇപ്പൊ എന്റെ ഒക്കെ ഈ ക്ലാസ് ഞാനിപ്പോ ഇന്ന് തീർക്കുകയാണെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ അതിന്റെ ഒരു പാർട്ട്, ഒരു ഭാഗത്തുനിന്ന് ഞാൻ ചിലപ്പോ എടുത്തു തുടങ്ങുമായിരിക്കും. കാരണം ടീച്ചർക്ക് ഒരു ഹെൽപ്പായിട്ട്. ടീച്ചറിന്റെ തീർന്നിട്ടില്ലല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോ ഞാനത് എന്റെ ഞാൻ കയറി എടുത്ത് തരും. അപ്പൊ എന്തായാലും ആ 2 ചാപ്റ്ററേ ഉള്ളൂ. അതായത് മെഡിക്കൽ ടെർമിനോളജി തുടങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത് ടീച്ചർ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ടീച്ചർക്ക് തന്നെയാണുള്ളത്, അത് എടുത്ത് തീർക്കാനും ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റ്? ഓക്കെ. ഓക്കെ, ഇപ്പൊ എല്ലാം എനിക്ക് ക്ലിയർ ആയി. ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോ പരീക്ഷയുടെ ടൈം ടേബിൾ അനൗൺസ് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾ അയ്യോ ആ ചാപ്റ്റർ എടുത്തില്ലല്ലോ, ഈ ചാപ്റ്റർ എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലേ, കാരണം ഒരാളല്ലല്ലോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. പല ടീച്ചേഴ്സിനായിട്ട് പല പല ക്ലാസ്സിലും പല പല ചാപ്റ്റേഴ്സ് അവർക്ക് കൊടുത്തേക്കണം അലോട്ട് ചെയ്ത്. അപ്പൊ അത് എന്താ പറയാ, ബുദ്ധിമുട്ട് വരരുത്. ഏതെങ്കിലും എടുക്കാത്തതായിട്ടൊക്കെ വരാൻ പാടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. യെസ്, ഹോസ്പിറ്റൽ ഫോർമുലറി വരെയാണ് നമ്മൾ പറഞ്ഞു തീർത്തത് അല്ലെ? വാട്ട് ഈസ് ഫോർമുലറി? എന്താ ഫോർമുലറി എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താ? ലിസ്റ്റ്. എന്തിന്റെ ലിസ്റ്റ്? മെഡിസിൻ ലിസ്റ്റ്. അതന്നെ, ഡ്രഗ്സ് ലിസ്റ്റ് ആണ് അല്ലെ? ഡ്രഗിന്റെ ലിസ്റ്റ് ആണ്. അപ്പൊ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹോസ്പിറ്റലിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്. ദെൻ അവിടെ പറഞ്ഞ കാര്യം ഇതിലൊന്നായിരുന്നു, നോ ഹോസ്പിറ്റൽ ഫാർമസി പെർഹാപ്സ് ക്യാൻ സ്റ്റോക്ക് എവറി മെഡിക്കേഷൻ വിച്ച് ഈസ് റിക്വയർഡ്. അതായത് ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ വേണ്ടി വരാൻ സാധ്യതയുള്ളതൊക്കെ നേരത്തെ കൂട്ടി അസ്യൂം ചെയ്ത് എല്ലാ തരത്തിലുള്ള മെഡിസിൻസും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് നമുക്കറിയാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണെന്നറിയോ? ഓരോ ഡേ ബൈ ഡേ ഓരോ തരത്തിലുള്ള രോഗങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം എങ്ങനെയാ, ഇതിനൊക്കെ മരുന്നുകൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. സോ ദേ ഹാവ് ടു മേക്ക് സം റിസർച്ചസ് ഫോർ ദാറ്റ്. പുതിയ പുതിയ രോഗം വരുമ്പോൾ ആ രോഗങ്ങൾക്ക് എന്ത് പ്രതിവിധിയാണ് കൊടുക്കേണ്ടത്, എന്ത് മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, ചില മരുന്നുകളൊക്കെ അവര് റിസർച്ച് ചെയ്ത് അവർ പഠിച്ച് കാര്യങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെന്റൻസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും ഏതൊക്കെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ രീതിയിലുള്ള രോഗങ്ങളുമായിട്ട് വരുന്നോ അവർക്കെല്ലാം ചികിത്സിക്കാൻ വേണ്ട എല്ലാ മരുന്നും സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് അതിനു വേണ്ടിയിട്ട് എന്താ പറയാ, എന്തൊക്കെയാണോ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കണ്ടേ, അപ്പൊ അതൊക്കെ എടുത്തു വെക്കുക എന്നുള്ളത് കാര്യമല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ആ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞത്. ആൻഡ് ഇവിടെ ഈ വരുന്ന മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഡിസിഷൻസ് വിച്ച് ഈസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ പ്രതിനിധികളായിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ അവര് എന്താണ് തീരുമാനങ്ങൾ എടുക്കും, എന്തൊക്കെ മെഡിസിൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്നതിൽ ഇവർക്ക് ഒരു പങ്കുണ്ട്.
അപ്പൊ ഈ കമ്മിറ്റി ദേ ഹാവ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡ്രഗ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഇനി കൂടുതൽ ആഡ് ഓൺ ചെയ്യണം. They have to take some decisions according to that. ഇതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റികളാണ് ഇടയ്ക്കിടയ്ക്ക് നടത്തേണ്ടത്. സോ they have to make some meetings. അതിനു വേണ്ടിയിട്ട് ചില മീറ്റിങ്ങുകളൊക്കെ ഇവരെ സംഘടിപ്പിച്ച് അപ്പോ അതിന് നേരം എന്താ പറയാ മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെയുള്ള മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. And also hospital has to treat, the hospital doctors, they have to give medications according to the medications or the formularies which is in the hospital pharmacy. ഇനി അവിടെയുള്ള ഡോക്ടർമാർ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഫോർമുലറിയിൽ ഉള്ള മരുന്നുകൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാൻ, ഏതെങ്കിലും രോഗത്തിന് സിംറ്റമിന് എന്തെങ്കിലും കണ്ടീഷൻസിന് അത്തരം മരുന്നുകൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ തന്നെ കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. മാത്രമല്ല അത് കൊടുക്കുമ്പോൾ ദേ ഷുഡ് എൻഷുർ ദാറ്റ് ഇറ്റ് ഡു നോട്ട് കോസ് എനി പെരിലസ് ഇന്ററാക്ഷൻസ് ടു ദ പേഷ്യൻസ്. അതായത് ഈ മരുന്നുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസ് പേഷ്യൻസിന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതായത് ഒരു മരുന്ന് അതിന്റെ എഫക്റ്റുകൾ, ഇപ്പൊ ചില എന്താ പറയാ നമ്മുടെ ആന്റിബയോട്ടിക്സ് ഒക്കെ ചില ആളുകളിൽ ഭയങ്കരമായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാക്കും, ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അപ്പൊ അത്തരം അല്ലെങ്കിൽ അലർജീസ് ഒക്കെ ഉള്ള മരുന്നുകളൊക്കെ ഉണ്ടോ, അതെങ്ങനെയാണ്, അത് എങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് എന്ത് എന്താ പറയാ പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് പേഷ്യൻസിന് അതിനുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം. ആൻഡ് ഓൾസോ ദ കമ്മിറ്റി ഹാസ് ടു സെലക്ട് മെഡിസിൻസ് അക്കോർഡിംഗ് ടു ദെയർ കോസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ്നെസ്. അതായത് മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ വില, അത് എത്രത്തോളം എഫക്റ്റീവ് ആകും പേഷ്യൻസിൽ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം ഈ ലിസ്റ്റ് തയ്യാറാക്കാനും തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു തിയററ്റിക്കൽ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ടോപ്പിക്, നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് പോട്ടെ. ഫാർമസിയുടെ അടുത്തത് എന്താ? ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്, ഇന്റൻഡിങ് മീൻസ് ടു മേക്ക് ഓർഡർ. ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഇന്റന്റ് സമർപ്പിക്കുക, പർച്ചേസിംഗ് ഓർഡർ. അതായത് ഏതൊക്കെ മരുന്നുകൾ ആണ് വാങ്ങിക്കേണ്ടത്, അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകൾ എന്താ പറയാ കൊണ്ടുവന്ന് വരുമ്പോ അതെങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഓൾ ദീസ് തിങ്സ്. അതിനെയാണ് നമ്മൾ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ്. ഹൗ ടു പർച്ചേസ്, ഹൗ ടു മേക്ക് എ റിക്വിസിഷൻ ഫോർ ദിസ് മെഡിസിൻസ് ഓർ ഡ്രഗ്സ്. മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള റിക്വിസിഷൻസ് എന്ന് വെച്ചാൽ പർച്ചേസിംഗ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതുമായി സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ദ ഹോസ്പിറ്റൽ must have a clear hospital formulary that which contains 250 drugs to 300 drugs എന്നാണ്. അതായത് ഏതൊരു ഹോസ്പിറ്റൽസിലും അവരുടെ ഹോസ്പിറ്റൽ ഫോർമുലറി എടുത്തു നോക്കിയാൽ ഡ്രഗിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 250-നും 300-നും ഇടയിൽ ഡ്രഗ്സുകൾ കാണും. വെറൈറ്റീസ് ഓഫ് ഡ്രഗ്സ്, പലതരത്തിലുള്ള മരുന്നുകളില്ലേ, ആ മരുന്നുകൾ ഏകദേശം 250 മുതൽ 300 വരെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ആണ് ഉണ്ടാകേണ്ടത്. ഡ്രഗ്സ് ലിസ്റ്റ് എഴുതുമ്പോൾ വളരെ റഫായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാകാത്ത രീതിയിലോ ഒക്കെ ഒന്നും ആകരുത്. ആളുകൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒന്നും ആകരുത്. എല്ലാം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ അത്തരം ലിസ്റ്റുകളിൽ ഏകദേശം 250 മുതൽ 300ഓളം ഡ്രഗ്സ് വരെ ഉൾക്കൊള്ളാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അതുവരെയാണ് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. ആ ഒരു ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും ഒരു എണ്ണത്തിന്റെ ആ ക്വാണ്ടിറ്റി ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. And the second one, drugs should be intended for keeping safety stock. അതായത് സേഫ്റ്റി സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് മരുന്നുകൾ സൂക്ഷിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താ? സേഫ്റ്റി സ്റ്റോക്ക് ലെവലുകൾ ഉണ്ട്, പല രീതിയിലുണ്ട്. സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവല്, മാക്സിമം സ്റ്റോക്ക് ലെവല്, സേഫ്റ്റി സ്റ്റോക്ക് ലെവല്, ഡേഞ്ചർ ലെവല്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ? അതൊക്കെ ഈ ഡിഗ്രി ബികോം ഒക്കെ പഠിച്ചവർക്ക് കുറച്ചെങ്കിലൊക്കെ ക്ലിയർ ആകും. എന്ന് വെച്ചാലില്ലേ, നമ്മള് ഏത് എന്താ പറയാ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്കും അവിടെ സൂക്ഷിക്കേണ്ട, ഇപ്പൊ നമുക്കറിയാലോ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അല്ലെ, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഈ അസംസ്കൃത വസ്തുക്കൾ വരുന്നത് വെച്ചിട്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അത് വെച്ച് ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ ഒരു ലഭ്യത, അവൈലബിലിറ്റി എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആവാൻ പാടില്ല, തീർന്നു പോകാൻ പാടില്ല. അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഫ്ലോ വന്നാൽ മാത്രമാണ് പ്രൊഡ്യൂസ് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്, ഓരോ വീണ്ടും അഡീഷണൽ ആയിട്ടുള്ള യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ അവൈലബിലിറ്റിയുടെ ആ ഒരു ഫ്ലോ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ ഇനി ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ സ്റ്റോക്ക് അവിടെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, അതായത് എടുത്ത് ഉപയോഗിക്കാൻ പോലും ഇല്ല,
അതായത് നെക്സ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വേണ്ട അത്ര മാത്രം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ വരും. അതിനെയൊക്കെ നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ആവശ്യത്തിന് പോലും നമുക്ക് യൂസ് ചെയ്യാൻ നെക്സ്റ്റ് യൂസിന് ഇല്ലാതെ വരുന്ന തികയാതെ വരുന്ന ഒരവസ്ഥ, അതൊക്കെയാണ് ഡേഞ്ചർ ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ മിനിമം ഇത്രമെങ്കിലും ഉണ്ടായിരിക്കണം. ആ മിനിമത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്തോളണം, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണം പുതിയ മെഡിസിൻസിന് വേണ്ടി. അത് ഈ മെഡിസിൻസിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും. ഇപ്പൊ നമ്മൾ വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അതുപോലെ തന്നെയാണ്. ഇപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, നമ്മൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളെ സമീപിക്കുന്നവരാണ് അല്ലെ. ഒത്തിരി എന്താ പറയാ ഈ പറയുന്ന പോലെ ടെക്സ്റ്റൈൽ ഷോപ്സ്, അതുപോലെ തന്നെ ചെരുപ്പ് കടകള്, ബാഗ് കടകളൊക്കെ നമ്മൾ സന്ദർശിക്കാറുണ്ട്. അപ്പൊ അവിടെ ഓരോ സാധനങ്ങളും ഏതെങ്കിലും ക്വാണ്ടിറ്റി, ഏതെങ്കിലും ഒരു പ്രത്യേക ഐറ്റം കുറഞ്ഞു പോകുമ്പോൾ അവർ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഫോർമുലറി ലിസ്റ്റില് ഉള്ള ഡ്രഗ്സുകളെ എല്ലാം തന്നെ ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയിൽ അവര് ഒരു മിനിമം ലെവല് അവർക്കുണ്ട്. അതിന്റെ താഴേക്ക് പോകാൻ അനുവദിക്കരുത്. ബിക്കോസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാലാവസ്ഥയൊക്കെ മാറുന്നതനുസരിച്ച് ആളുകൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു രോഗമൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ആ ഒരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇത് ആ ഒരു എന്താ പറയാ ഇത് മുന്നിൽ കാണണം. നമ്മൾ അങ്ങനെ ഒരു ഡിമാൻഡ് വന്നേക്കാമെന്ന് നമ്മൾ നേരത്തെ കൂടി ഫോർകാസ്റ്റ് ചെയ്യണം. അതിനുശേഷം അപ്പൊ എന്താണ് അതനുസരിച്ചിട്ടുള്ള മരുന്നുകൾ അതുകൊണ്ടുതന്നെ സ്റ്റോക്ക് ചെയ്യണം. അതാണ് സേഫ്റ്റി ലെവൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സേഫ് ആണ്, അതായത് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരില്ല. ഇത്ര വരെയൊക്കെ അല്ലെങ്കിൽ ഇത്ര സമയം വരെയൊക്കെ നമുക്ക് അവരെയൊക്കെ മരുന്ന് കൊടുക്കാൻ പറ്റുന്ന അത്രയും മരുന്നിന്റെ ക്വാണ്ടിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ലെവൽ, അതിനെയാണ് നമ്മൾ സേഫ്റ്റി ലെവൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഡ്രഗ്സ് ഇന്റന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി അപ് ടു ദ സേഫ്റ്റി ലെവൽ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം, ആ സേഫ്റ്റി ലെവൽ മൈൻഡിൽ വെച്ചിട്ട് വേണം ഓർഡറുകൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്നതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അതും ഇതുപോലെ തന്നെ ഷുഡ് ബി ഫോളോഡ് ടു ത്വാട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. അതായത് ത്വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടു പ്രിവെന്റ് എന്നാണ്. അതായത് നമ്മളുടെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യണം. അതായത് നമ്മളുടെ സ്റ്റോക്ക് ആരെങ്കിലും ഇങ്ങനെ എന്താ പറയാ മിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ കട്ടുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഓവർ സ്റ്റോക്ക് ആക്കുക, കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുക, ഇത് രണ്ടും പാടില്ല. ഇല്ലാതാകാനും പാടില്ല, കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. ചിലപ്പോ ആ ഒരു പ്രത്യേക മെഡിസിന് ചിലപ്പോ ഡിമാൻഡ് കുറഞ്ഞു പോയാലോ, അപ്പോഴും പാടാണ്. കാരണം ഇത് കുറെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു സേഫ്റ്റി ലെവലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതായത് നമ്മൾക്ക് ആ തന്നിരിക്കുന്ന റീസണബിൾ റേറ്റില് നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട നമ്മളുടെ യൂസിന് ആവശ്യമായിട്ടുള്ള നമുക്ക് എത്രത്തോളം യൂണിറ്റ് ഓഫ് മെഡിസിൻസ് അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും, അതിന് ആ ഒരു യൂണിറ്റുകൾ എത്ര വേണ്ടി വരും എന്ന് മനസ്സിൽ കൂടി ചിന്തിച്ചിട്ട് വേണം ഓരോ ഓർഡറുകളും പ്ലേസ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ EOQ എന്ന് പറയുന്ന സംഭവം എഴുതിയേക്കണം കേട്ടോ. EOQ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ്. അതായത് സേഫ് ആയിട്ട് വളരെ റീസണബിൾ റേറ്റ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റില് അത്രയും ക്വാണ്ടിറ്റി എത്ര കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും സൗകര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. ഒരുപാട് കൊണ്ടുവന്ന് വെച്ചു, അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും ഇല്ല, മാത്രമല്ല വിലയിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങള് അല്ലെങ്കിൽ വില ഇനി ചിലപ്പോൾ കുറയാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് വിചാരിക്കാതെയൊക്കെ എന്ത് ചെയ്യാണ് നേരത്തെ കൂട്ടി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഒരുപാട് വിലയൊക്കെ കൊടുത്താലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ അസ്യൂം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, പുതിയ പുതിയ മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യേണ്ടത്. അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത്, EOQ എന്ന് പറയാം. ഇനി as soon as the critical level is reached, the order should be placed. എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ ലെവൽ, അതാണ് നമ്മൾ പറഞ്ഞ ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഡേഞ്ചർ ലെവൽ എത്തുകയാണെങ്കിൽ ആ കറക്റ്റ് ആ സമയത്തിന് എന്ത് ചെയ്തോളണം, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം. ശരിക്കും പറഞ്ഞാൽ അവിടെ വരെ എത്താൻ പാടില്ല, ഡേഞ്ചർ ലെവൽ എത്താൻ പാടില്ല, സേഫ് ലെവല് അതുവരെ എന്തായാലും നമ്മൾ ഓരോ മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. എന്നാൽ ക്രിട്ടിക്കൽ ലെവലിലേക്കോ ഡേഞ്ചർ ലെവലിലേക്കോ പോയി കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പിന്നെ സാവകാശമില്ല, ടൈം ഇല്ല. ആസ് സൂൺ ആസ് പോസിബിൾ പെട്ടെന്ന് തന്നെ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തോളണം എന്നാണ്. ഇനി ഇഫ് സം ഡ്രഗ്സ് ആർ ടു ബി ഇമ്പോർട്ടഡ് ഫ്രം അതർ പ്ലേസസ്, അതർ കൺട്രീസ്, ഇറ്റ് ഷുഡ് ബി ഗിവൺ ആംബിൾ ടൈം ഓർ സ്പെസിഫൈഡ്. അതായത് ഇപ്പൊ നമുക്കറിയാം എല്ലാ മെഡിസിൻസും നമ്മുടെ നാട്ടിൽ തന്നെ എന്നല്ല, ചില മെഡിസിൻസ് ഒക്കെ പുറം നാടുകളിൽ നിന്ന് വിദേശത്തു നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും അല്ലെ. അപ്പൊ അത്തരം മെഡിസിൻസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് എത്താൻ ഇത്ര സമയം പിടിക്കും. അപ്പൊ അതനുസരിച്ച് ഓർഡർ ചെയ്യണം. ഇപ്പൊ നാളെ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ ആണ്, എന്താണ് നമ്മൾ ഇന്നാണ് അതിന്റെ ഓർഡർ പ്ലേസ് ചെയ്യണം, അത് എത്താനായിട്ട് 1-2 ദിവസമൊക്കെ പിടിക്കും എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ അതിന് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കണം. എന്നാലാണ് അതിന് ആംപിൾ ടൈം ഷുഡ് ബി ഗിവൺ എന്ന് പറഞ്ഞാൽ അതാണ്, അത് എത്താനുള്ള സമയം നമുക്ക് ഉണ്ടാവണം നമ്മുടെ കയ്യില്.
എന്നാൽ മാത്രമാണ് വി ക്യാൻ യൂസ് അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് അത് ഉപയോഗിക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. പേഷ്യൻസിന് രോഗം വന്നു അല്ലെങ്കിൽ മെഡിസിൻസ് ഇങ്ങനെയുള്ള സാധ്യതകളുള്ള പേഷ്യൻസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് നമുക്കറിയില്ല, പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോ അതിനെല്ലാം തരത്തിലുള്ള മെഡിസിൻസ് നമ്മുടെ കയ്യിലില്ലായിരിക്കാം. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ അത്തരം മെഡിസിൻസ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഹാസ് ടു ബി ഇമ്പോർട്ടഡ് ഫ്രം അതർ സം കൺട്രീസ്, മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് വരുത്താം എന്ന് ഉണ്ടെങ്കിൽ അത് ആസ് സൂൺ ആസ് പോസിബിൾ അത് എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു റീച്ച് ഹിയർ അല്ലെ, ഇവിടെ വരെ എത്താനായിട്ട് അതിന് സമയം എടുക്കുക. ആ സമയം കൊടുക്കണം എന്ന്, സമയം കൊടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നാളെ കിട്ടേണ്ട സാധനത്തിന് ഇന്ന് ഓർഡർ പ്ലേസ് ചെയ്തതുകൊണ്ടും എന്നിട്ട് അത് പോകുന്ന വഴിയില് ട്രാൻസ്പോർട്ടില് ഇൻ ട്രാൻസിറ്റില് ഇറ്റ് ബിക്കംസ് എനി ഡിലേ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത്, അപ്പോഴൊക്കെ പ്രശ്നമാവും അല്ലെ. നമ്മൾ അയ്യോ എത്തിയില്ല, ഇന്നലെ കൊടുത്തതാണല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആമ്പിൾ ടൈം കൊടുക്കണം എന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസിന്. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്, ഇനി ഇതെല്ലാം ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്തു, നമ്മൾ പുതിയ പുതിയ ഡ്രഗ്സിനെ വരുത്തിച്ചു, വരുന്നു കഴിയുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് സ്വീകരിക്കാം. വെറുതെ കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ചാൽ പോരാ. നമ്മൾ മുന്നിൽ പറഞ്ഞിരുന്നു, ഇത് റിസീവ് ചെയ്യുമ്പോൾ they have to inspect each and every drugs whether it is as per the order. നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ പ്രകാരമാണോ ഓരോ മെഡിസിൻസും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം. സമയം എടുക്കും അതിനൊക്കെ. ഓരോ ഓർഡർ നോക്കുക, ഓരോ മെഡിസിൻസ് എടുത്ത് തുറന്നു വെച്ച് അതിന്റെ പാക്കൊക്കെ പൊട്ടിച്ചിട്ട് ഓരോന്നും കൃത്യമായ ക്വാണ്ടിറ്റീസിലുണ്ടോ, നമ്മൾ പറഞ്ഞ മെഡിസിൻ തന്നെയാണോ, അതേ ക്വാളിറ്റി ഉള്ള മെഡിസിൻ ആണോ, അതിന്റെ വേറെയാണോ തന്നേക്കണേ, ഇതൊക്കെ നോക്കണം. അതെന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവരെ അറിയിക്കുക, എവിടെ നിന്നാണോ സപ്ലൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട്. Okay, and the received drugs അതാണ് അടുത്ത ഇതിൽ പറഞ്ഞേക്കണേ. All the received drugs should be checked, weighed, and also their batch numbers, quantity, quality, and also date of expiry. എല്ലാ മെഡിസിൻസും ചെക്ക് ചെയ്യണം. അതിന്റെ വെയിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കണം, തൂക്കം നോക്കണം, ബാച്ച് നമ്പർ കറക്റ്റ് ആണോ നോക്കണം, ക്വാളിറ്റി നോക്കണം, ക്വാണ്ടിറ്റി നോക്കണം, എക്സ്പയറി ഡേറ്റും നോക്കണം. ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതും എന്താണ് ഈ ഇന്റന്റിങ്ങിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന വിഭാഗക്കാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ പെട്ടിയെ പാടെ കൊണ്ടുവന്ന് അവിടെ എവിടെയെങ്കിലും വെച്ചു കയ്യിൽ സമയവും അല്ലെങ്കിൽ സന്ദർഭമൊക്കെ കിട്ടിയിട്ട് എപ്പോഴാന്ന് വെച്ചാൽ പൊട്ടിച്ചു വെച്ച് നോക്കാമെന്നല്ല. ആസ് സൂൺ ആസ് പോസിബിൾ അത് റിസീവ് ചെയ്യുമ്പോൾ തന്നെ അത്തരം ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നടത്തുക. അല്ലെങ്കിൽ പിന്നീട് അതിന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ. നമ്മൾ അങ്ങനെയല്ലേ, എന്ത് സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ അപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങിക്കണ്ടേ. ഓക്കെ, ഏത് പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മെഡിസിൻസ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടില് കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വന്നിരിക്കുന്നതൊക്കെ അതിലൊക്കെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെച്ചിരിക്കുന്ന ഡേറ്റ് ഒക്കെ കൃത്യമായി നോക്കാം. എത്ര സമയം കൊണ്ട് അത് ഉപയോഗിക്കണമെന്ന് അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതും നോക്കുക. ഇതെല്ലാം നോക്കിയിട്ട് സാധനം വാങ്ങിച്ചാൽ മതി. അല്ല നാളെ ഡേറ്റ് തീരുന്ന ഒരു വസ്തുവാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും വേഗം തീർക്കാൻ പറ്റാത്തതാണെങ്കിലോ, അത് പെട്ടെന്ന് എല്ലാം ഉപയോഗിച്ച് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റാത്തതാണെങ്കിലോ വാങ്ങിക്കാൻ പാടുണ്ടോ? തീർച്ചയായും പാടില്ല. നാളെ വരെ ഡേറ്റ് ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ടും അത് തന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ നാളത്തേക്ക് കൂടെ ഉള്ളൂ, പക്ഷെ വി കാനോട്ട് ഫിനിഷ് ഇറ്റ് ബൈ ദാറ്റ് ടൈം. ആ ഒരു നാളത്തെ ആ സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഡു നോട്ട് പർച്ചേസ് ദാറ്റ് പർട്ടിക്കുലർ കൊമോഡിറ്റി. അത്തരം വസ്തുക്കൾ വാങ്ങിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, പാല്, ബ്രെഡ് വാങ്ങിക്കാറില്ലേ നിങ്ങളൊക്കെ? ഇല്ലേ? ഓ, നിങ്ങൾ ആരും ഇല്ലേ അവിടെ? ഇത്തരം സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ടോ? ഉറങ്ങിപ്പോയാ? അതെ, പുറത്തുനിന്നല്ലേ. ഓക്കെ, അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ മെഡിസിൻസും വെനിറ്റീസ് പർച്ചേസ്ഡ് ഇതൊക്കെ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, വില, പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് എല്ലാം തന്നെ പരിശോധിക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച്, അതായത് നമുക്ക് വാങ്ങിക്കുന്ന പുതിയ പുതിയ മെഡിസിൻസ് വാങ്ങിക്കുമ്പോൾ അതൊരു റാൻഡം സാമ്പിൾ ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് കൊടുത്തിരിക്കണം. കാരണം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു, ചിലപ്പോ പുതിയ പുതിയ തരത്തിലുള്ള മരുന്നുകളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മെഡിസിൻ ആണെങ്കിൽ അത് കുറച്ച് അവിടെ നിന്ന് ഇവിടുന്ന് റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പിൾസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സാമ്പിള് അതൊക്കെ ഡിഗ്രിക്കാർക്കൊക്കെ പഠിക്കും. ഇതൊക്കെ ഇച്ചിരി കുറെ കാര്യങ്ങളൊക്കെ ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അതൊക്കെ ബികോംകാർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അതിനെ കുറിച്ചൊക്കെ. അതായത് റാൻഡം സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കുട്ടികളോട് ചോദിക്കാമെന്ന് വിചാരിക്കാം. എന്താ പറയാ, ഇപ്പൊ ലോട്ടറി എടുക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു സാമ്പിൾസ് ആണ് അല്ലെ.
ലോട്ടറി ഇപ്പൊ ലോട്ട് എടുക്കില്ലേ, നമ്മൾ നറുക്കെടുപ്പൊക്കെ നടത്തില്ലേ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ കുറിപ്പുകൾ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഒരു എന്തെങ്കിലും പാത്രത്തിൽ ബൗളിലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് കുലുക്കിയിട്ടൊക്കെ എടുക്കും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലെ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ അതുപോലെ ഇവിടെ മെഡിസിൻസ് കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എത്ര ഇപ്പൊ 1000 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിസിൻ, അതിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുതിയ മെഡിസിൻ ആണ്, നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഇതുവരെ. സോ ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ആൻഡ് ഗിവൺ ഫോർ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് നടത്താൻ വേണ്ടി അതിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അയക്കണം. എന്നിട്ട് അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കണം. അവിടെ നിന്ന് ഇവിടെ എടുത്താൽ മതി. എല്ലാം എടുത്തിട്ട് ഓരോ മരുന്നും പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ നടക്കുന്ന കാര്യമല്ല. ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പറ്റില്ല ക്വാളിറ്റി പരിശോധിക്കാൻ അല്ലെ. ചിലതൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ, റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചിലതിനോ എല്ലാം തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മളൊരു കുട്ടികളോട് അവരോട് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ചില ഹാബിറ്റിനെ കുറിച്ചിട്ടായിരിക്കാം, എന്തെങ്കിലും സ്വഭാവ രീതികൾ എങ്ങനെയാണ്, നിങ്ങളുടെ ലിഷർ ടൈം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഒരു എബൌട്ട് ഒരു 35 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 30-35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലാണ് നമ്മൾ ചെന്നിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒരാളെ സെലക്ട് ചെയ്തു, നീ എങ്ങനെയൊക്കെയാ നിന്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നീ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാ ചെയ്യുക എന്ന് അവനോട് ചോദിച്ചു. വേറൊരു സ്ഥലത്ത് നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ കുട്ടിയോട് ചോദിച്ചു. അപ്പൊ നമുക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള ആൻസറുകൾ കിട്ടി, അല്ലെങ്കിൽ 2 ഒരേപോലുള്ള ആൻസർ കിട്ടി. അപ്പൊ തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം ഇപ്പൊ എല്ലാവരും ഒരുപോലെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അല്ലെ. റാൻഡം ബേസിസിൽ അത്തരം സാമ്പിളിങ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാവരോടും ചോദിക്കേണ്ടി വരും. ബിക്കോസ് എല്ലാവരും ഒരേ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല ചെയ്യുക അല്ലെ. അപ്പൊ അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സെലക്ഷൻസ് നടത്തി ഇത്തരം മെഡിസിൻസിന്റെ ഒക്കെ സാമ്പിൾ ടെസ്റ്റുകളൊക്കെ നടത്തി അതിന്റെ ക്വാളിറ്റി കൺഫേം ചെയ്യുക എന്നുള്ളതും ചെയ്തിട്ടാണ് നമ്മൾ, അതൊക്കെ ഇവരുടെ ഈ ഇന്റന്റ് ചെയ്യുന്നവരുടെയാണ്, അതായത് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്. ഇനിയുണ്ട് അതിന്റെ താഴെ ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്. നോക്കിയേ, ഇപ്പൊ നമ്മൾ അങ്ങനെ ഇന്റന്റ് ഒക്കെ വെച്ച് മെഡിസിൻസ് വന്നു, അത് റിസീവ് ചെയ്തു, ചെക്ക് ചെയ്ത് നോക്കി, അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് റാൻഡം സാമ്പിൾസ് ഒക്കെ എടുത്ത് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയൊക്കെ കൊടുത്തു. ആൻഡ് ഇഫ് യു ഫൈൻഡ് എനി ഓഫ് ദാറ്റ് സാമ്പിൾ ഈസ് സബ്സ്റ്റാൻഡേർഡ്, അതെന്താ, അത്തരം ചില കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ക്വാളിറ്റിയിൽ സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റാൻഡേർഡിന്റെ അത്രയും എത്തുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത്തരം മെഡിസിൻസ് വേറെ ഉണ്ടെങ്കിൽ അത് ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം. അത് റാൻഡം സാമ്പിൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി അത്ര അങ്ങോട്ട് ഇല്ല, നമുക്കറിയാലോ വില അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചില സാധനങ്ങളുടെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരം സബ്സ്റ്റാൻഡേർഡുകൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ, മെഡിസിൻസ് ഉണ്ടെങ്കിൽ ലാബ് ടെസ്റ്റിന് വിധേയമാക്കി മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് തീർച്ചയായിട്ടും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഈ റാൻഡം സാമ്പിൾസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഒരു ടേം ആയിരുന്നു ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് അവരവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് എ കമ്പനി, ഏത് കമ്പനിയും ബാധിക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഹോസ്പിറ്റൽസിൽ ഒരുപാട് മെഡിസിൻസ് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തതുകൊണ്ട് ആ മെഡിസിൻസിന്റെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഇഒക്യു എന്ന് പറഞ്ഞത്. എന്തിന്റെ ആണെങ്കിലും, എന്ത് വസ്തുക്കളുടെ ആണെങ്കിലും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ടേം ആണ് ഇഒക്യു അല്ലെങ്കിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ഷുഡ് ആഡ് ടു ദ ഇൻവെന്ററി വിത്ത് ഈച്ച് ഓർഡർ. അതായത് ഇപ്പൊ നമ്മളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, ഇതിനകത്തേ കൂടി എത്ര യൂണിറ്റ് കൂടി ആഡ് ചെയ്യണം, ആ സ്റ്റോക്കിനോടൊപ്പം എത്ര യൂണിറ്റ് ആഡ് ചെയ്യണം, അത് എന്ത് മിനിമൈസ് ചെയ്യാനാണ്, to minimize the holding cost, order cost and shortage cost. അതായത് ഈ സാധനം കുറഞ്ഞു പോയാൽ നമുക്ക് എന്തെങ്കിലും ചെലവ് നഷ്ടം വന്നാലോ, അല്ലെങ്കിൽ ഇത് കയ്യിൽ അധികം ഇരുന്ന് കഴിഞ്ഞാൽ എത്രത്തോളം നഷ്ടങ്ങൾ വന്നാലോ, പിന്നെ അങ്ങനെയുള്ള ചില ഈ പറയുന്ന മെഡിസിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വന്നാലോ അതിനെയൊക്കെ മിനിമൈസ് ചെയ്യാം, കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള സ്റ്റോക്കിന്റെ ഒപ്പം വീണ്ടും കുറച്ച് യൂണിറ്റ് ആഡ് ചെയ്ത് വെക്കാം. ഭാവിയിൽ ഈ പറഞ്ഞ സാധനത്തിന് ഇച്ചിരി വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ അങ്ങോട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒരു 10 യൂണിറ്റ് കൂടുതൽ ഓർഡർ ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനെയാണ് നമ്മൾ ഇഒക്യു ഇക്കണോമിക് ഓർഡർ. ഇക്കണോമിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇവിടെ അങ്ങനെയാണ്. നമുക്ക് ഇക്കണോമിക്കലായിട്ട്, എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മലയാളത്തിൽ എന്താ വിളിക്കാം, നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന അല്ലെ, ലാഭകരമായിട്ട് അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നുന്ന, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് എന്താ പറയാ നല്ലതായിട്ട് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് തന്നെ നേട്ടമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യാം. അത്
നമ്മുടെ കോസ്റ്റിനെ ചിലപ്പോൾ കുറയ്ക്കാം. വരാനിരിക്കുന്ന ഇത് ആ ഒരു മെഡിസിന് ചിലപ്പോൾ ഇച്ചിരി വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കൊണ്ടുവന്ന് നമ്മൾക്ക് ഇവിടെ സ്റ്റോക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ആ ഒരു കോസ്റ്റ് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാലും വി ക്യാൻ മിനിമൈസ് അവർ കോസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ്ഡ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഉണ്ടാകുന്ന വില കൂടുതലിനെ നമുക്ക് ഫേസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ കുറച്ച് കൊണ്ടുവന്ന് യൂണിറ്റ് സ്റ്റോക്ക് ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന അത്തരം ഓർഡർ ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അതെന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആയോ ഈ പോയിന്റുകള്? ഹോസ്പിറ്റൽ ഫോർമുലറി, ഹോസ്പിറ്റൽ ഇന്റന്റ് ഓഫ് ഡ്രഗ്സ് മനസ്സിലായോ? ഓരോ പോയിന്റും ഏകദേശം 250 മുതൽ 300ഓളം ഡ്രഗ്സ് വരെ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. All the drugs should be stocked or stocked according to the safety stock level. Safety stock level ആകുന്നത് വരെ എങ്കിലും ഹോസ്പിറ്റൽസിലെ ഡ്രഗ്സ് കൊണ്ട് സ്റ്റോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റന്റ് ചെയ്യണം, പുതിയതായിട്ട് പർച്ചേസ് ചെയ്യണം. ആൻഡ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു പ്രിവെന്റ്. ആ വാക്കിന്റെ അർത്ഥം അതാണ്. ടു ത്വാർട്ട് എന്ന് പറഞ്ഞാൽ ടു പ്രിവെന്റ് എന്നാണ്, അതിന്റെ ഒരു മറ്റൊരു വേർഡാണ്, അതിന്റെ ഒരു അണിമാണ്. ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്, അതായത് കൂടുതൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചേക്കണതിൽ കൂടുതൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചിലപ്പോ കൂടുതലാവുമ്പേ ഇതിവിടെ കുറെ ഇരിപ്പുണ്ടല്ലോ, ആർക്കെങ്കിലും വഴിയെ പോകുന്നവർക്കൊക്കെ വേണമെങ്കിൽ വാരി എടുത്തിട്ടൊക്കെ പോകാം. മെഡിസിൻസ് ആണ്, കാശ് വിറ്റാലൊക്കെ കാശൊക്കെ കിട്ടുവേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് ദ ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ് വെൻ ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. ക്രിട്ടിക്കൽ ലെവൽ റീച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ പുതിയ ഓർഡർ സമർപ്പിച്ചിരിക്കണം. ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് വിച്ച് ആർ ടു ബി ഇമ്പോർട്ടഡ് ഫ്രം അതർ പ്ലേസസ്, ലീഡ് ടൈം, ദാറ്റ് മീൻസ് ആമ്പിൾ ടൈം ഷുഡ് ബി ഗിവൺ. അതായത് പുതിയ മെഡിസിൻസ് പുറത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ പുറത്തെ നാടുകളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് എത്താനുള്ള ഒരു ആവശ്യത്തിന് സമയം നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ആഫ്റ്റർ റെസിപ്റ്റ് ഓർ റിക്വിസിഷൻ ഓഫ് ഡ്രഗ്സ് പ്ലേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് ടു റിസീവ് ദ ഡ്രഗ്സ്. കൊണ്ടുവന്ന് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ അത് കറക്റ്റ് ആയിട്ട് റിസീവ് ചെയ്യാം. While receiving the drugs, they have to be checked, weighed, batch numbers, quantity and the date of expiry. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. And a random sample method can be adopted while to test the lab test the medicines. മെഡിസിൻസ് ഒക്കെ ലാബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റാൻഡം സാമ്പിൾ ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കാം. ഇൻ സബ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഡ്രഗ്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. അത് എന്താ പറയാ, കൃത്യമായിട്ട് ലാബ് ടെസ്റ്റ് ചെയ്യാതെ സബ് സ്റ്റാൻഡേർഡ് മെഡിസിൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞത് ഇഒക്യുവിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. വാട്ട് ആർ ദ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് വിച്ച് ആർ ടു ബി കെപ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി? എന്തൊക്കെ എന്താ പറയാ, കണക്ക് പുസ്തകങ്ങളോ അല്ലെങ്കിൽ റെക്കോർഡുകളോ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എടുത്തു വെക്കേണ്ടത്? അതായത് ഒരു ഹോസ്പിറ്റലിൽ നടത്തുമ്പോൾ ഫാർമസി നടത്തുമ്പോൾ നമുക്കറിയാം അവിടെ മരുന്നുകൾ കൊടുത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്ന് പോലത്തെ തന്നെ ഉപയോഗിക്കേണ്ട ചില ഉപകരണങ്ങൾ, സർജറീസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ, ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എന്താ പറയാ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ IT, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉള്ളത്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? പണ്ടത്തെ രീതി ഒന്നല്ല, ഒരുപാട് കെട്ട് വലിയ തടിച്ച റെക്കോർഡ് ബുക്കുകളൊന്നും ആവശ്യമില്ല അല്ലെ? ചില കാര്യങ്ങളൊക്കെ അവർ അങ്ങനെയും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ സൂക്ഷിക്കേണ്ട റെക്കോർഡുകൾ, അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. സ്റ്റോക്ക് ലെഡ്ജർ, ഏതൊക്കെ മരുന്നുകൾ ഉണ്ടോ ആ ഓരോ മരുന്നുകളുടെയും ഓരോ ലെഡ്ജർ. വാട്ട് ഈസ് ഇറ്റ്? ലെഡ്ജർ എന്താ? ഓരോ മരുന്നിനും വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഓരോ മരുന്ന്, ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ X എന്ന് പറയുന്ന ഒരു മരുന്നുകള് ആ X, Y, Z, A, B, C എന്നൊക്കെ പറയുന്ന കുറെ മരുന്നുകൾ ഉണ്ടെന്ന് വിചാരിക്കും ഒരു ഹോസ്പിറ്റലിനകത്ത്. X എന്ന് പറയുന്ന ഒരു മരുന്ന്, ആ മരുന്നുകൾ എത്ര എണ്ണം ഉണ്ട്, അത് എത്ര, അതായത് അവർക്കറിയാം ബൈ യൂസേജ്, അവർക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്കറിയാം എത്ര ലെവൽ എത്തുമ്പോൾ പുതിയ ഓർഡർ വെക്കേണ്ടി വരും. കാരണം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇത്ര യൂണിറ്റ് അതിൽ നിന്ന് ചെലവാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ലെവൽ എത്തുമ്പോൾ, ഇപ്പൊ ഒരു 1000 യൂണിറ്റ് കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്,
ഒരു 500 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 600 യൂണിറ്റ് ഏകദേശം എന്താ പറയാ ഒരു മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കാതെ ആ മെഡിസിൻസിൽ നിന്ന്. അപ്പൊ ആ ഒരു 600 യൂണിറ്റ് ഒക്കെ ആവാറാകുമ്പോഴേക്കും അടുത്ത യൂണിറ്റിനുള്ള എന്താ പറയാ പ്ലേസ് ചെയ്യണം നമ്മൾ ഓർഡർ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ആ ലെഡ്ജർ അവർ സൂക്ഷിച്ചാൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ എപ്പോഴാണ് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ യൂണിറ്റ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത് എത്ര എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്, അങ്ങനെ ഓരോ മെഡിസിൻസിനെ കുറിച്ചും അങ്ങനത്തെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം. അത് ഇപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇന്ന് IT ഉള്ളത് കൊണ്ട് കമ്പ്യൂട്ടറിൽ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓരോ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിന്റെയും സ്റ്റോക്ക് ലെഡ്ജർ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഒരു റെക്കോർഡാണ്. പിന്നെന്താ, ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. എന്താ ഇന്റന്റ്? നമ്മൾ പുതിയ മെഡിസിന് വേണ്ടിയിട്ട് റിക്വസിഷൻ വെക്കൂലേ, പർച്ചേസ് ഓർഡർ കൊടുക്കുമല്ല, അത് ഓർഡർ കൊടുത്തേക്കണതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഞാൻ ഓർഡർ കൊടുത്ത പാടെ ആ ലിസ്റ്റ് കൊണ്ട് അവര് പോയി, അത് നമ്മൾ എന്തൊക്കെ ഓർഡർ കൊടുത്ത് ആർക്കറിയാം? അങ്ങനെയല്ല, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ദ റിസിപ്റ്റ് വൗച്ചർ. നമ്മളത് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു വൗച്ചർ അവർ തരും. നമ്മൾ ഇത്ര നമുക്ക് മെഡിസിൻസ് തന്നിട്ടുണ്ട്, ഇത്ര സാധനങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്തേക്കണെന്ന് പറഞ്ഞൊരു വൗച്ചർ തരും. അതൊക്കെ കീപ്പ് ചെയ്യണം, അതൊക്കെ ഫയൽ ചെയ്ത് വെക്കണം. ഇതിന്റെയൊക്കെ അതായത് എന്തൊക്കെ റെക്കോർഡുകളും വേണം, എന്തൊക്കെ രജിസ്റ്റേഴ്സും വേണമെന്നാണ്. ആദ്യം പറഞ്ഞത് മെഡിസിൻസിന്റെ ഒക്കെ എല്ലാ മെഡിസിൻസിന്റെയും ലെഡ്ജർ അക്കൗണ്ട് കീപ്പ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞത് ഇന്റന്റ് വെച്ചതിന്റെയും റെസിപ്റ്റിന്റെ ഒക്കെ വൗച്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് എന്തിനും എവിഡൻസ് ആവശ്യമുണ്ട് അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു മെഡിസിൻ ഓർഡർ ചെയ്തു, കുറെ മെഡിസിൻസ് ഓർഡർ ചെയ്തു, അതിലേതെങ്കിലും അവർ സപ്ലൈ ചെയ്തില്ല, എന്നിട്ട് അവര് നമുക്ക് റെസിപ്റ്റ് ഒക്കെ കൊണ്ട് തന്നു, നമ്മൾ അവർക്ക് എങ്ങനെ നമ്മൾ നോക്കി, അപ്പൊ എമൗണ്ട് ഒക്കെ കൃത്യമായി നോക്കിയൊക്കെ നമ്മൾ ഇത് എന്ത് ചെയ്തു, ഫയൽ ചെയ്തു. പിന്നീട് നമ്മൾ നോക്കിയപ്പോഴാണ് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു മെഡിസിൻ മിസ്സിംഗ് ആണ്. അവർ നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവർ നമുക്കത് തന്നിട്ടില്ല. പക്ഷെ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പർച്ചേസിന്റെ ഓർഡർ ചിലപ്പോൾ നോക്കില്ല, ഈ റിസീവ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി വെച്ചു. പക്ഷെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിനകത്ത് ഏതെങ്കിലും ഒരു മെഡിസിൻ നമുക്ക് സപ്ലൈ ചെയ്തില്ല എന്ന് വിചാരിക്കാം. അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാകുക? നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസ് വേണം. അതുകൊണ്ടാ പറയണ ആ പർച്ചേസിന് വെച്ച് ആ ഇന്റന്റും അതുപോലെ തന്നെ അത് റിസീവ് ചെയ്ത വൗച്ചറും എല്ലാം തന്നെ ഫയൽ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കത് പിന്നീട് എടുത്ത് ഉപയോഗിച്ചാൽ അത് നോക്കിയാൽ നമുക്ക് അതിന്റെ ഒരു എവിഡൻസ് ആണ്. നമുക്ക് മനസ്സിലായോ? അത് വെച്ച് നമുക്ക് നോക്കാം, ശരിയാണ്, ഇത് പർച്ചേസ് ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് സപ്ലൈ ചെയ്തില്ല. അപ്പൊ നമുക്ക് അവർ ഇൻഫോം ചെയ്യാം, ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റ്, പക്ഷെ നിങ്ങൾ അത് സപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, പലതിനും എവിഡൻസ് ആവശ്യമുണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സൂക്ഷിക്കുക. നമ്മുടെ വീടുകളിലായാലും പല സാധനങ്ങളും ഇങ്ങനെ ബില്ലൊക്കെ പേ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് മിക്കതും ആ ഓൺലൈനിൽ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ GPay ചെയ്യുന്നതിന്റെ ആ ഒരു ഡേറ്റ് വൈസ് നമുക്ക് അവിടെ ഹിസ്റ്ററിയിൽ തപ്പിയാൽ കിട്ടും, നമ്മൾ എന്തൊക്കെ പൈസ കൊടുത്തു അല്ലെ, ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചോ, വാട്ടർ ബില്ല് അടച്ചോ, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ചിലപ്പോ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. മാസമൊക്കെ കടന്ന് ഇങ്ങനെ ചാടി പോകുമ്പോ നമുക്കറിയില്ല ഇതൊക്കെ അടച്ചോ, ഇത് കഴിഞ്ഞ മാസം അടച്ചതാണോ, ചിലപ്പോ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. ഇത് പിന്നെ മാത്രമല്ല, ഈ GPay ഒക്കെ ചെയ്യുമ്പോൾ അവരൊരു റിമൈൻഡർ കൂടിയാണ്. ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ അടച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ, ഒരു മാസം അടച്ചു കഴിഞ്ഞാൽ പിന്നത്തെ മാസം അവർ റിമെമ്പർ ചെയ്യിപ്പിക്കും നമ്മളെ, എന്ത് ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ അടയ്ക്കാറായിട്ടുണ്ട് എന്നുള്ളത് അവര് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാന്നുള്ളത്, ബ്രെയിനിൽ ഓർമ്മിച്ച് വെക്കാന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറെ കഴിയുമ്പോൾ അത് മറന്നു പോകും. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കാം. ദെൻ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇനി ഏതെങ്കിലും ഡ്രഗ്സ് ഒക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യണം, അപ്പൊ അത് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെക്കാം. ഓക്കെ, ഇന്ന ഡ്രഗ്, ആ ഡ്രഗിന്റെ പേര് ഏതാ, എന്താണ് അതിൽ നിന്ന് നമുക്ക് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്, അത് അവിടെ എഴുതി സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, അതും ഫയൽ ചെയ്ത് വെക്കാം, എഴുതി സൂക്ഷിക്കാം. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. ബിൻ കാർഡും ഇൻഡെക്സ് രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു സാധനമാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് അതിനൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ബിൻ കാർഡ് എന്താണ്? സ്റ്റോക്കുകൾ രേഖപ്പെടുത്താനുള്ള ഒരു എന്താ പറയാ ഒരു ടേബിൾ ആണ്. അതിനകത്ത് ബിൽ നമ്പർ, ഏത് ബില്ലിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സാധനമാണ്, ഡ്രഗ് ആണ്, അത് ഏത് മെറ്റീരിയൽ ആണ്, അതിനൊരു കോഡ് നമ്പർ, ഡേറ്റ് കോഡ് നമ്പർ, എത്രയാണ് അതിന്റെ മാക്സിമം ക്വാണ്ടിറ്റി, എത്ര മാക്സിമം ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഓർഡർ ചെയ്തത്, അതിന്റെ ഓർഡറിംഗ് ലെവൽ എപ്പോഴാണ്, പുതിയ ഓർഡർ കൊടുക്കാനുള്ള ലെവൽ എപ്പോഴാണ്, മിനിമം ക്വാണ്ടിറ്റി എത്ര എണ്ണം സൂക്ഷിക്കണം, അതൊക്കെയാണ് ആ ഫോർമാറ്റിൽ ആ ടേബിളിൽ കൊടുത്തേക്കണേ. പിന്നെ അതിന്റെ സ്റ്റോക്ക് ലെഡ്ജർ ഫോളിയോ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഡേറ്റ് ഇട്ട് ഓരോ ഡേറ്റില് ഇന്ന ഡേറ്റില്, ഇപ്പൊ ഇന്ന് 26/8 ആണ് അല്ലെ, ഓഗസ്റ്റ് ആണ്, അന്ന് ഇത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു. അതിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ആരെങ്കിലൊക്കെ പേഷ്യൻസിന് വന്നപ്പോ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഇത്ര എണ്ണം ഇഷ്യൂ ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബാലൻസ്, ബാക്കി എത്ര എണ്ണം ഉണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം.
അങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിൽ ഈച്ച് മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ള ഡേറ്റ് വൈസ് അതിട്ട് അതിൽ നിന്ന് എത്ര എണ്ണം ഉണ്ടായിരുന്നു, എത്ര എണ്ണം ഇഷ്യൂ ചെയ്തു, ബാക്കി എത്ര എണ്ണം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ ആണ്, ഒരു കാർഡാണ് ബിൻ കാർഡ്. സ്റ്റോക്സ് കൃത്യമായിട്ട് പെട്ടെന്ന് അറ്റ് ഗ്ലാൻസ് നമുക്ക് അപ്പൊ എത്തി നോക്കിയാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും ഇനി ഇത് ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടാ, അപ്പൊ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാറായിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്, അവിടെ ഉണ്ട്, സഫീഷ്യന്റ് ആയിട്ടുള്ള ബാലൻസ് ഉണ്ട്, കുഴപ്പമില്ല, ഈ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി മെഡിസിൻസ് അവിടെ ഉണ്ട് എന്ന് ആ ഒരു ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മള് ഹോസ്പിറ്റൽസിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഫാർമസിയിൽ പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പോറില്ലേ, നമ്മൾ മരുന്നിന്റെ ഒരു സ്ലിപ്പ് അവിടെ കൊടുക്കുമ്പോൾ ഇന്ന മരുന്ന് വേണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഓടിപ്പോയിട്ട് തപ്പും. ഈ ബിൻ കാർഡില് അവരുടെ എന്താ പറയാ കോഡ് നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കോഡ് നമ്പർ തപ്പുമ്പോ ആ കോഡ് നമ്പറിൽ ഒരു ബിൻ കാർഡ് അവിടെ തെളിഞ്ഞു വരും. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഇന്ന മെഡിസിൻ ഇത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു, ഇത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്യണം, ബാക്കിയുണ്ട്, ഓക്കെ. അപ്പൊ എന്നിട്ട് വേഗം പോയി തപ്പി അത് എടുത്തു തരും. അവിടെ നോക്കിയപ്പോ തന്നെ അവർക്ക് മനസ്സിലാകും ബാലൻസ് ഉണ്ടോന്ന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. എന്താണ് ബിൻ കാർഡ് എന്ന് കണ്ടോ എല്ലാവരും? ആ ഒരു ടേബിൾ കണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ ബിൻ കാർഡ് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കുക. ബിൻ കാർഡ് നോക്കിയിട്ടാണ് നമുക്ക് മെഡിസിൻസിന്റെ ക്വാണ്ടിറ്റി ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, ഓരോ മെഡിസിൻസിന്റെയും എക്സ്പയറി ഡേറ്റ് കൃത്യമായി നോട്ട് ചെയ്ത് അവിടെ വെച്ചാൽ നമുക്ക് ഇതും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി എന്ന് നമുക്ക് ആ ഒരു രജിസ്റ്ററിൽ നോക്കിയാൽ ക്ലിയർ ആകും. ഇപ്പൊ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് മരുന്നാണെന്ന് വിചാരിക്കാം. എക്സ് മരുന്ന് അതിന്റെ ഡേറ്റ് ഇന്നാണ്, 2025 ആണ്. അപ്പൊ ആ ഒരു മരുന്നിന്റെ ഡേറ്റ് കാലാവധി അത്രയുള്ളൂ. അപ്പൊ അങ്ങനത്തെ മരുന്നുകൾ എത്ര എണ്ണം അവിടെ ഇരിക്കുന്നോ ആസ് സൂൺ ആസ് പോസിബിൾ അത് പേഷ്യൻസിന് കൊടുത്തു തീർക്കാനായിട്ട് അതൊക്കെ അവർ അറിഞ്ഞാലാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സജഷൻസ് ഡോക്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡോക്ടറെ ആ ഒരു മെഡിസിൻ അത്രയും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന പേഷ്യൻസിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സിംറ്റവുമായിട്ട് വരുന്ന പേഷ്യൻസിന് ദേ ക്യാൻ പ്രിസ്ക്രൈബ് ദാറ്റ് പർട്ടിക്കുലർ മെഡിസിൻ. ആ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ ഒരു സജഷൻസ് ഫാർമസിക്കാര് ഡോക്ടേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്താൽ അത് നന്നായിരിക്കും. അതെങ്ങനെയാ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്നത്? ഈ പറയുന്ന രജിസ്റ്റർ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി അവർക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ഇനി ഏതെങ്കിലും മെഡിസിൻ ഇഫ് ദർ ഈസ് എനി അഡ്വേഴ്സ് റിയാക്ഷൻ ടു ഇറ്റ്, ഏതെങ്കിലും മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ മരുന്നിന് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ്, അഡ്വേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ, അഡ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം ഇഫക്റ്റ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണെങ്കിൽ അത് എന്താണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇന്ന മെഡിസിന് റിയാക്ഷൻസ് ഉണ്ട്, അത് ഇന്ന് എഴുതി വെക്കാം, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്, ഓരോ മരുന്നുകളും നമുക്ക് ആരാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് അവരുടെ പേരുകളും അവർ എത്ര എണ്ണം വീതം നമുക്ക് ക്വാണ്ടിറ്റീസ് നമുക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള ഫയലുകൾ അതൊക്കെ കീപ്പ് ചെയ്യാം. ഓരോ സപ്ലയർമാർ നമുക്കൊരു ഇത് തന്നിട്ടായിരിക്കും അവരുടെ സപ്ലൈ ചെയ്തിരിക്കുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റുകളും ഫയൽ ചെയ്യാം. അതിനകത്ത് എത്ര യൂണിറ്റുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫയല് അത് ലിസ്റ്റ് അങ്ങനെ തന്നെ ഫയൽ ചെയ്ത് വെക്കാം. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓർ വൗച്ചേഴ്സ്. പിന്നെ മാത്രമല്ല നമുക്ക് ആരൊക്കെ മരുന്നുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ടോ അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പേയ്മെന്റ് കൊടുത്തതിന്റെ വൗച്ചേഴ്സ് അതും സൂക്ഷിക്കാം, അതും ഫയൽ ചെയ്ത് വെക്കണം. എത്രയൊക്കെ പേയ്മെന്റ് കൊടുത്തു. ഇപ്പൊ 10,000 രൂപയ്ക്ക് ഏതെങ്കിലും ഒരു മെഡിസിൻസ് കുറച്ച് വാങ്ങിച്ചിട്ട് ഒരാൾക്ക് സപ്ലൈ ചെയ്ത ആൾക്ക് പൈസ കൊടുത്തു, അപ്പൊ അതിന്റെ ഒരു വൗച്ചർ, അതിന്റെ ഒരു ബില്ല് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയാം, അതും നമ്മൾ ഫയൽ ചെയ്യുക, അതിന്റെ അക്കൗണ്ട് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകള് എന്താണ് ഉപയോഗിക്കുന്നത്, അതായത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതും നോൺ കൺസ്യൂമബിൾസ് കൺസ്യൂം ചെയ്യാൻ പറ്റാത്തതും അത് വേർതിരിച്ചൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ചില മരുന്നുകളൊക്കെ അങ്ങനെയാണ്, അതൊക്കെ നിങ്ങളുടെ ഇതിനകത്ത് ഇല്ലേ? ഓക്കെ, കുറച്ച് പോയിന്റുകൾ ചിലപ്പോ ഇല്ലല്ലോ, അങ്ങനെ തന്നെയാണല്ലോ കിടക്കുന്നത്. ചില നോട്ട്സിൽ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ കൺസ്യൂമബിൾസും നോൺ കൺസ്യൂമബിൾസിനും ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സെപ്പറേറ്റ് എഴുതി വെക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും മെഡിസിൻസിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ നമ്മൾ അവർ ഉപയോഗിച്ച മരുന്നുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നൊക്കെ അവർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷുഡ് ബി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. പിന്നെ എല്ലാ വർഷവും വർഷാവസാനം ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ, അതായത് സ്റ്റോക്ക് ഒക്കെ നോക്കി അതിനെക്കുറിച്ച് കൺഫേം ചെയ്ത് അതിന്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാം. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും നടക്കുന്നതാണ്. എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് ബാക്കി ഓരോ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരെ സംബന്ധിക്കുന്ന ഇയർ എന്ന് പറയുന്നത് അവരുടെ ഫിനാൻഷ്യൽ ഇയർ ആണ്. ആ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ കൺഫർമേഷൻ റെക്കോർഡ് കീപ്പ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ ഡ്രഗ് ലിസ്റ്റ് ആണ്, ഫോർമുലറി ആണ്, അതും കീപ്പ് ചെയ്യണം. ആന്റിബയോട്ടിക് പോളിസീസ് അതുപോലെ തന്നെ. എന്താണ് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്? അതായത് hospitals have some set of strategies and activities which is to be organized. അതായത് നമ്മള് ഇപ്പോ ആന്റി മൈക്രോബയൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഹോസ്പിറ്റൽസിൽ നടത്തുമ്പോ, അതായത് ഓരോ പേഷ്യൻസിന്റെ അവരെ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അതിനകത്തെന്ന് പറയാം നമുക്ക് ഹെൽത്തിനെ കുറിച്ച്, ഓരോ പേഷ്യൻസിന്റെ ഹെൽത്തിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എടുത്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഹോസ്പിറ്റൽസിൽ. പേഷ്യൻസിനെ കുറിച്ച് പഠിക്കുക, അവരുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പൊ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽ ഫാർമസിക്കാര്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതൊക്കെ കീപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആന്റിബയോട്ടിക്സ് ഒക്കെ ചിലതൊക്കെ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് റിയാക്ഷൻസ് ഉണ്ട്, അത് അവരുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് ഒരു സ്ട്രാറ്റജീസും പോളിസീസും ഹോസ്പിറ്റൽസിനുണ്ട്. ആ ഒരു പോളിസിയാണ് ഉദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. അത് അവിടെ കീപ്പ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതെടുത്ത് വെരിഫൈ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണങ്ങളൊക്കെ ഇവർക്ക് തന്നെ നടത്താം. ആർക്കെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യണോ ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് അവർക്കും വേണമെങ്കിൽ കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട, ഹോസ്പിറ്റൽ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ റെക്കോർഡ്സിന്റെ ഒക്കെ പേരുകൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, വേറെ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഒന്നും നമുക്ക് പഠിക്കാനില്ല. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഈച്ച് ഡ്രഗ് ഗ്രൂപ്പ്, ഇന്റന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചേഴ്സ്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്, എക്സ്പയറി ഡേറ്റ് ഓഫ് ഓൾ മെഡിസിൻസ് അതിന്റെ രജിസ്റ്റർ, അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്സ്, ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ്, ഓരോ സപ്ലയർമാർ ആരൊക്കെയാണ് അവരെ കുറിച്ചുള്ള ഫയലുകളും അവർ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റുകളും, ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സിന്റെ ഒക്കെ നമ്മൾ റിസീവ് ചെയ്ത സാധനങ്ങളുടെ പൈസ അടച്ചു ചെയ്യുമ്പോൾ റെമിറ്റൻസ് അടച്ചു ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് അക്കൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്യാം. ഡിനൗൺസിയേഷൻ ഓഫ് റെക്കോർഡ് ഫോർ നോൺ കൺസ്യൂമബിൾസ് ആൻഡ് ഓൾസോ കൺസ്യൂമബിൾസ്, ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്, ഹോസ്പിറ്റൽ ഫോർമുലറി ആൻഡ് ആന്റിബയോട്ടിക് പോളിസീസ്. ഇത്രയും റെക്കോർഡുകളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ആ പേരുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. വേറെ അതിൽ നിന്ന് ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി അതെന്താണ് ഇതെന്താണെന്നൊന്നുമില്ല. വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഓരോ കാര്യങ്ങളും. ആ പേരുകൾ ഓർത്തിരിക്കുക. ക്ലിയർ? ഓക്കെ, അപ്പൊ ബിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റും കണ്ടല്ലോ. ബിൻ കാർഡ് ഓക്കെ, പിൻ കാർഡ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതെങ്ങനെയാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഡേറ്റ്, ഇവിടെ ഡേറ്റ് ഇടുന്നു. ഡേറ്റ് ഇട്ടതിന് ശേഷം ക്വാണ്ടിറ്റി റിസീവ്ഡില് എത്ര ക്വാണ്ടിറ്റി ആണ് ആളുകളിൽ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്ത് നമുക്ക് തന്നത് അത് അവിടെ എഴുതുന്നു. ക്വാണ്ടിറ്റി റിസീവ്ഡില് അതിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി എടുത്ത് കൊടുത്തു പേഷ്യൻസിന് അല്ലെങ്കിൽ വാർഡിലേക്കൊക്കെ എത്ര മെഡിസിൻസ് ഒക്കെ പോയിട്ടുണ്ട് അതിന്റെ എണ്ണം ഇവിടെ എഴുതും. ബാലൻസിന്റെ എണ്ണം ബാലൻസ് കോളത്തിൽ എഴുതും. ആൻഡ് ഇഫ് there is any remarks regarding ഓരോ മെഡിസിൻസ് കൊടുക്കുമ്പോൾ അതിനെ കുറിച്ച് എന്തെങ്കിലും റിമാർക്കുകൾ എഴുതാനുണ്ടെങ്കിൽ അത് ആ റിമാർക്സ് കോളത്തിൽ എഴുതും. ചിലപ്പോൾ ആ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ട് അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു കാര്യം ആളുകൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ മെഡിസിൻസ് കഴിക്കുന്നതിന്റെ ഫലമായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ അവിടെ ഒന്ന് റിമാർക്ക് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അത് പിന്നീട് അവർക്ക് എടുത്ത് ഉപയോഗിക്കാം. യെസ്, ക്ലിയർ ആണല്ലോ അത്രയും? ഓക്കെ, നോക്കാം അടുത്ത ഭാഗം. അടുത്തത് നമ്മൾ ആ ഒരു സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് നമ്മൾ ഇങ്ങനെയാണ്. അപ്പൊ ഈ മെഡിസിൻ വാങ്ങിച്ചു, മെഡിസിന് പർച്ചേസ് ഓർഡർ കൊടുത്തു, മെഡിസിൻസ് വന്നു, ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദ മെഡിസിൻസ് ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ്. നമുക്കറിയാം ഈ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മളത്
സ്റ്റോർ ചെയ്യണം, അത് സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ സ്റ്റോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യേണ്ടത്? എല്ലാം ഒരുപോലെ എവിടെയെങ്കിലും വാരി കൂട്ടി ഏതെങ്കിലും മൂലയിൽ ഇട്ടാൽ മതിയോ? ആവശ്യത്തിന് പേഷ്യൻസ് വരുമ്പോ അവർക്ക് എടുത്ത് കൊടുത്താൽ മതിയോ? അങ്ങനെയല്ല. ഓരോ മെഡിസിൻസും കീപ്പ് ചെയ്യുന്നതിന്, സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ പോളിസീസ്. അത് കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ ദാറ്റ് പർപ്പസ് എങ്ങനെയാണ് ഹോസ്പിറ്റൽസിലെ ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്? ആൻഡ് ഈസി സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. ഈ സ്റ്റോറേജിന്റെ ബേസിസിൽ, അതായത് എങ്ങനെ ഓരോ മെഡിസിൻസും സ്റ്റോർ ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിന്റെ ബേസിസിൽ നമ്മൾ ഡ്രഗ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ general drugs, narcotic drugs, inflammable drugs and cold storage drugs. ഇങ്ങനെ 4 ആയിട്ടാണ്. ജനറൽ പൊതുവായിട്ടുള്ള വിഭാഗത്തിൽ വരുന്ന മെഡിസിൻസ് ആണ് അത്. പിന്നെ നാർക്കോട്ടിക് വിഭാഗത്തിൽ വരുന്നതാണ്. മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമുക്കറിയാം, അനസ്തേഷ്യസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമല്ലോ. പിന്നെ ഇൻഫ്ലേമബിൾ, അതായത് പെട്ടെന്ന് അത് ഫ്ലെയിമബിൾ ആകാനുള്ള സാധ്യതയുള്ളതൊക്കെ. പിന്നെ എന്താ പറയാ, കോൾഡ് സ്റ്റോറേജ്, നമുക്ക് റെഫ്രിജറേഷനിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ. അങ്ങനെ സ്റ്റോറേജ് ഏത് രീതിയിലാണോ ആ രീതിക്കാണ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 തരത്തിലുള്ള ഡ്രഗ്സ് വന്നിരിക്കുന്നത്. അവർക്ക് ഒന്നുകൂടി, ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനി വിശദമായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോറേജിന്റെ ബേസിസിൽ ഏതൊക്കെ മരുന്നുകളാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അത് ഏകദേശം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ്, അതിന് ചില എക്സാമ്പിൾസ് ഒക്കെ ചില മെഡിസിൻസിന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഉണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അല്ലെ? കാരണം നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യണം. 2 മിനിറ്റ് തരുമോ? ഒത്തിരി പോവില്ലല്ലോ ആരും? 2 മിനിറ്റ് ഒന്ന് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടെ, എന്തായാലും ഈ ചാപ്റ്റർ തരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുകൂടി തരും. ഓക്കെ, പോകരുതേ. 40 പേരുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ 40 പേരുണ്ടോന്ന് തന്നെ നോക്കും. ഞാൻ ഈ പറയുന്ന പ്രസന്റേഷൻ ഉൾപ്പെടെയാണ് 40. ആരും പോയേക്കരുത്.
ഓക്കെ. ആ, രണ്ടുപേര് പോയില്ല, രണ്ടുപേര് കൂടുതൽ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. റെഡിയായോ എല്ലാവരും? പോയവരൊക്കെ വന്നാ? ഞാൻ വന്നേ. ഓക്കെ, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ബേസിസിൽ നമുക്ക് 4 ആയിട്ടാണ് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇതെന്താണ് ഓരോന്നും. ജനറൽ ഡ്രഗ്സ് ഇതെങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ സ്റ്റോർ ചെയ്യുന്നതിന്റെ ബേസിസിലായതുകൊണ്ട് അതിന്റെ സ്റ്റോറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഡ്രഗ്സ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. അതായത് ഓരോ ക്യാബിനറ്റിലും നമ്മൾ സൂക്ഷിക്കുന്ന ഡ്രഗ്സ് ഒക്കെ ആൽഫബറ്റിക് ഓർഡറിൽ, അതിന്റെ എന്താ പറയാ, ആൽഫബറ്റിക് ഓർഡർ ABCDയുടെ ആ ബേസിസിൽ ഓരോ ഡ്രഗ്സും അവര് ഓരോ ക്യാബിനറ്റിലും സൂക്ഷിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഓർഡർ അനുസരിച്ച് ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവരങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് അത് എവിടെയാണ് വരിക എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അത്തരം ജനറൽ ഡ്രഗ്സ് ഒക്കെ തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അവിടെ ഇങ്ങനെ കീപ്പ് ചെയ്താൽ മതി അവരുടെ ക്യാബിനറ്റിൽ. ബിൻ കാർഡ് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ഇനി ഓരോ എന്താ പറയാ ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന ബിൻ കാർഡ് ഉണ്ടായിരിക്കും. നേരത്തെ കാണിച്ചുള്ള ബിൻ കാർഡ്. അപ്പൊ ആ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ബിൻ കാർഡ് ഉപയോഗിച്ചും സാധിക്കും. അപ്പൊ ഓരോ ഡ്രഗ് ഇങ്ങനെ കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് അതേപോലെ തന്നെ ബിൻ കാർഡുകളും ഓരോ മെഡിസിൻസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് പൊസിഷൻ എന്താണ്, സ്റ്റോക്കിന്റെ നില കൂടിപ്പോയോ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഇല്ലേ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ അവർക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇനി ഷോർട്ട് എക്സ്പയറി, അതായത് ഏറ്റവും കുറവ് എക്സ്പയറി ടൈം ഉള്ള എന്താ പറയാ മെഡിസിൻസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദ ഫ്രണ്ട്. അതായത് ആദ്യം വെക്കേണ്ടത് എന്താണെന്നറിയോ, ഏറ്റവും കുറഞ്ഞ എക്സ്പയറി ടൈം ഉള്ളതാണ്. അതിന്റെ പിന്നിലേക്കാണ് എക്സ്പയറി ടൈം ഇങ്ങനെ കൂടുതൽ വരുന്നത് അനുസരിച്ച് ബാക്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഏറ്റവും മുമ്പിൽ ആദ്യം നമ്മുടെ ഹാൻഡ് എത്തേണ്ടത് ഫ്രണ്ടിലിരിക്കുന്ന മെഡിസിൻസിലേക്കാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും, മുമ്പില് നമ്മൾ എന്താ പറയാ എക്സ്പയറി ടൈം അനുസരിച്ച് മെഡിസിൻസ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എക്സ്പയറി ഡേറ്റിന്റെ ആ ഒരു രീതിയിലായതുകൊണ്ട് ഫ്രം ദ ഫസ്റ്റ് ഫേസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മളത് എടുത്തു തുടങ്ങുന്നു ബാക്കിലേക്ക്. അത് തിരുമ്പിയാണ് ബാക്കിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടി വരുന്നുള്ളൂ. ആൻഡ് അതിനെ മറ്റൊരു രീതിയിലും പറയാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷുഡ് ബി പ്രൊസീജിയർ. ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തും വേണം നമ്മൾ മെഡിസിൻസ് എടുത്ത് ഉപയോഗിക്കാൻ. എന്താണത്? FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ഒന്ന്. നേരത്തെ പറഞ്ഞ EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, മറ്റൊന്ന് ബിൻ കാർഡ്, മറ്റൊന്ന് FIFO. എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം കൊണ്ടുവന്ന് നമ്മള് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് അത് അതിന്റെ എക്സ്പയറി ഡേറ്റ് അനുസരിച്ച് ആദ്യം വെക്കുക. അതിനുശേഷം രണ്ടാമത് വേറെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് പുതിയതായിട്ട് വന്നേക്കുന്ന മെഡിസിൻസ് അത് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് പറ്റിയപ്പോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോഴേ ആദ്യം വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളല്ലേ എടുത്തെടുത്ത് ഉപയോഗിക്കാൻ നിത്യോപയോഗ സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അരിയാകാം, പഞ്ചസാര, തേയില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ തീരുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് നമ്മൾ അടുത്ത് സ്റ്റോക്ക് ചെയ്യും. പക്ഷേ ആ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പുതിയത് കൊണ്ടുവന്ന സ്റ്റോക്കിൽ നിന്നാണോ എടുത്ത് ഉപയോഗിക്കുന്നത്? ബാക്കി മറ്റേത് അവിടെ പഴയത് കുറച്ചിരിക്കുന്നുണ്ട്, നമ്മൾ അതെടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരെ കളയോ? അതവിടെ ഇരിക്കട്ടെ, പുതിയത് എടുക്കാം, അങ്ങനെ വിചാരിക്കോ? ഇല്ല. നമ്മളൊക്കെ എല്ലാം സാധനങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന, അതായത് അതിനെ ഇക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ ഓരോ വസ്തുക്കളും പഠിച്ചേക്കണേ അല്ലെ. ഓരോ സാധനവും ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യണം, അഡ്വാൻറ്റേജസ് ആയിട്ട് യൂസ് ചെയ്യണം. അതിന്റെ എന്താ ലാഭകരമായ രീതിയിലാണ് നമ്മൾ അതെല്ലാം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ആദ്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആദ്യം ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചേക്കണേ. അപ്പൊ നേരത്തെ ഉള്ളതിനകത്ത് ഉണ്ടെങ്കിൽ അത് എടുത്ത് ഉപയോഗിച്ച് തീർത്തു. അതിനുശേഷമാണ് നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ച് എടുക്കുന്നുള്ളൂ. അങ്ങനെയല്ലേ ചെയ്യുന്നത് നിങ്ങളൊക്കെ? ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? FIFO മെത്തേഡ് എന്ന് വിളിക്കുക. അപ്പൊ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ്.
ഇൻ റിഗാർഡ് ടു ദ മെഡിസിൻസ്. അപ്പൊ ജനറൽ മെഡിസിൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ എക്സ്പയറി ഡേറ്റ്, അതായത് നമ്മൾക്ക് ആ പറഞ്ഞിരിക്കുന്ന എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ ഓരോ മെഡിസിൻസും എടുത്ത് ഉപയോഗിച്ച് കൊടുത്തിരിക്കണം. എക്സ്പയറി ഡേറ്റ് എന്താ പറയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പയറി ഡ്രഗ്സ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ച് ഏതൊരു എക്സ്പയർഡ് ആയിട്ടുള്ള എന്താ പറയാ മെഡിസിൻസ് ആണെങ്കിലും അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അതൊക്കെ ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോൾ വെറുതെ കൊണ്ട് അവിടെ ഇവിടെ വലിച്ചെറിയലല്ല, അതാണ് പറഞ്ഞേക്കണേ. അക്കോർഡിംഗ് ടു ദ റൂൾ നിയമപ്രകാരം തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യാം. വെറുതെ കൊണ്ടുപോയി അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് പിന്നീട് അതിനേക്കാളും വലിയ എന്താ പറയാ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ റൂൾ അനുസരിച്ച് തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓർക്കുക ജനറൽ മെഡിസിൻസിന്റെ കാര്യത്തില് ഡ്രഗ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി in the cabinet alphabetical order keep ചെയ്യാം. Bin card should be depicted to find the stock position മനസ്സിലാക്കാൻ വേണ്ടി bin card depict ചെയ്തിരിക്കണം. ഷോർട്ട് എക്സ്പയറി തുടങ്ങി ലോങ് എക്സ്പയറി വരെ ആണ് എന്ത് ചെയ്യുക ഫസ്റ്റ് ബാക്കിലായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ആൻഡ് ഓൾസോ FIFO പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ്. FIFO മെത്തേഡ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. ദ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാ മെഡിസിൻസും ഉപയോഗിച്ച് തീർത്തിരിക്കണം. എവറി എക്സ്പയറി ഡ്രഗ്സ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ റൂൾ പ്രകാരം തന്നെ എല്ലാം എക്സ്പയർ ചെയ്ത മെഡിസിൻസും എന്ത് ചെയ്യുക ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ജനറൽ ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ആ ഓരോ പോയിന്റ് വായിച്ചു നോക്കിയേ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മെഡിസിൻ നോക്കാം. അപ്പൊ അടുത്ത ഡ്രഗ്സ് ഏത് വിഭാഗത്തിലാണ് സ്റ്റോർ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നാണ് പറയാൻ പോണേ. ഓക്കെ, ദർ ഷുഡ് ബി, അതായത് ഈ പറയുന്ന ജനറൽ മെഡിസിൻസിന്റെ കൂടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മിക്സ് ചെയ്ത് അതിന്റെ ഇടയിൽ കൊണ്ടൊന്നും ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് സ്പെഷ്യൽ ഓർഗനൈസേഷൻ. ഇത്തരം മെഡിസിൻസ് നമ്മൾ പ്രത്യേക രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്, മാറ്റിവെക്കേണ്ടത്. എക്സാമ്പിൾസ്, അതായത് ഈ നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ഒക്കെയാണ്. ഈ മോർഫിൻ എന്ന് പറയുന്നത് എന്താ പറയാ ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾസ്, നമുക്ക് പെയിൻ റിലീസ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ്. ഇത് വേദന സംഹാരികളൊക്കെയാണ്. പെത്തിഡിൻ അതുപോലെ തന്നെ ഒരു പെയിൻ മെഡിക്കേഷൻ തന്നെയാണ്. ബാർബിറ്റുറേറ്റ് സെഡേറ്റീവ് മെഡിസിൻ ആണ്, അതായത് സെഡേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം മെഡിസിൻ ആണ്. അപ്പൊ ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് മറ്റ് മെഡിസിൻസ് ജനറൽ ഡ്രഗ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന പോലെ അത്രയും എന്താ പറയാ വളരെ അലക്ഷ്യമായിട്ടൊന്നും വെക്കാൻ പറ്റില്ല, ഓപ്പൺ ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അതൊക്കെ കീപ്പ് ചെയ്യേണ്ടത് വളരെ സ്പെഷ്യൽ അറേഞ്ച്മെന്റോട് കൂടി തന്നെയാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ സംബന്ധിക്കുന്ന റെക്കോർഡിങ്സ് should be maintained. Precise recording should be maintained regarding the narcotic drugs. Narcotic drugs ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്, അതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. Always it is to be stored under lock and key. എപ്പോഴും അത്തരം മെഡിസിൻസ് എന്താ പറയാ ലോക്ക് ചെയ്ത ഭാഗത്താണ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാത്ത സമയത്താണെങ്കിൽ അതൊക്കെ അടച്ചു പൂട്ടി വെക്കുക.
അതായത് അണ്ടർ ലോക്ക് ആൻഡ് കീ എന്നാ പറഞ്ഞേക്കണം. വെറുതെ അടച്ചിട്ട് താഴെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അത്തരം മെഡിസിൻസ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പെഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് ടു കീപ് ദിസ് നാർക്കോട്ടിക് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ, പെത്തിനിൻ, ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അത് നാർക്കോട്ടിക് ഡ്രഗ്സിന് ചില എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്നത് ഏത് ഡ്രഗിന്, ഇപ്പൊ പെത്തിനിൻ ഏത് ഡ്രഗിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ബാർബിറ്റുറേറ്റ്സ് ഏത് ഡ്രഗിന് എക്സാമ്പിൾ ആണ്, ജനറൽ ആണോ, നാർക്കോട്ടിക് ആണോ, ഇൻഫ്ലേമബിൾ ആണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അത് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓരോന്നിൽ ചില മെഡിസിൻസ് എടുത്തു പറയുന്നുണ്ട്, ജനറൽ അങ്ങനെ എടുത്തു പറയുന്നില്ല. ബാക്കി വരുന്ന മെഡിസിൻസിലൊക്കെ ഓരോന്നൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിൽ വരുന്നു എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പ്രത്യേകം ഒരു ക്യാബിനറ്റുകളിൽ ലോക്ക് ചെയ്ത് ഒക്കെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യവും മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. അതായത് ഇത്തരം മെഡിസിൻസ് സൂക്ഷിക്കുമ്പോൾ, അതായത് നമ്മളുടെ അത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. ഇത്തരം എന്താ പറയാ മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, അതായത് വളരെയധികം ശ്രദ്ധിച്ച്, എന്താ പറയാ ഭയങ്കര അടച്ച് ഉറപ്പുള്ള സ്ഥലത്ത്, ഡിഫറെന്റ് എൻക്ലോഷറിലാണ് അടച്ചുറപ്പുള്ള വേറെ പ്രത്യേകം, അതായത് നമ്മളുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് കീപ്പ് ചെയ്തേക്കുന്നതിന്റെ കൂടെയോ ജനറൽ ഡ്രഗ്സിന്റെ കൂടെയോ ഒന്നും മിക്സ് ചെയ്ത് ഇടാൻ പാടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻക്ലോഷറിൽ, ഒരു അടച്ച് മൂടിയ ഒരു സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. And while storing these medicines, sufficient ventilation and also firefighting arrangements should be made. അതായത് ആവശ്യത്തിന് വെന്റിലേഷൻ ഉണ്ടാണ്. കാരണം ഇത്തരം സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് ഒക്കെ കുറച്ചൊക്കെ നമ്മുടെ വായുവിലേക്കൊക്കെ പെട്ടെന്ന് ലീക്കേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡ് ആകാൻ, വായുവിലേക്ക് കലരാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ എന്താകാം, വലിയ എന്താ പറയാ ചിലപ്പോൾ തീപിടുത്തത്തിനും മറ്റുമൊക്കെ കാരണങ്ങളാകാം. അത് നമ്മുടെ വായുവിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഓക്സിജനുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോ ഒക്കെ അങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രോപ്പർ വെന്റിലേഷൻ കൊടുത്തിരിക്കണം. ആൻഡ് ഓൾസോ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, തീപിടുത്തം ഉണ്ടായാലും അതിനെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഹോസ്പിറ്റൽസിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ പല സ്ഥലങ്ങളിലും ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെ. ചെറിയൊരു സിലിണ്ടർ അവിടെ ഇവിടെ ഇങ്ങനെ മുക്കിൽ മൂലയിൽ വെച്ചേക്കുന്നത്, പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അവർ ഗ്യാസ് എമിറ്റ് ചെയ്തിട്ട് അത് കെടുത്താൻ വേണ്ടിയിട്ടുള്ളത് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റൽസില്? യെസ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ എന്തായാലും ഉണ്ടാകണം. ആൻഡ് എക്സോസ്റ്റ് ഫാൻസും ഈ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു പ്രത്യേക മുറിയിലായിരിക്കുമല്ലോ സജ്ജീകരിച്ച് വെക്കുക. അപ്പൊ അതിന് എന്താ പറയാ എക്സോസ്റ്റ് ഫാൻ, ആ മുറിക്ക് എക്സോസ്റ്റ് ഫാൻസും ഉണ്ടായിരിക്കണം. ബിക്കോസ് എയർ പാസേജ് കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ പറയാ ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റ്, ഗ്യാസ് ആൻഡ് കെമിക്കൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ ഡിഫറെന്റ് എൻക്ലോഷർ. വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. സഫീഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഹാവ് ടു ബി പ്രൊവൈഡഡ്. മാത്രമല്ല എക്സോസ്റ്റ് ഫാൻസ് ടു എയർ പാസേജിന് വേണ്ടിയിട്ടുള്ള എയർ എക്സോസ്റ്റേഴ്സ് കൂടി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഓരോ ഡ്രഗ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യുന്ന മെഡിസിൻസിന്റെ രീതിയിൽ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന മെഡിസിൻസ്, ആ വിഭാഗത്തിൽ പെടുന്ന മെഡിസിൻസും ഉണ്ട്. അതിന് എക്സാമ്പിൾസും പറയുന്നുണ്ട്. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ കോൾഡ് റൂം വിച്ച് ഈസ് ബിറ്റ്വീൻ 15 degree to 20 degree Celsius. 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അത്. ആ പെർസെന്റേജിന്റെ ചിഹ്നം അവിടെ ഇല്ല. പെർസെന്റേജിന്റെ മുകളിൽ കിടക്കുന്ന ഒരു 0 ഉണ്ട്, അതിന്റെ താഴെ ഒരു സ്ലാഷും ഒരു 0 ഇല്ല. പെർസെന്റേജിന്റെ സൈനാണ് കൊടുത്തത്, അതല്ല കേട്ടോ. 15 degree Celsius to 20 degree Celsius എന്നാണ്. രണ്ടാമത് എഴുതിയേക്കണേല് ആ 20യുടെ മുകളിൽ ഒരു 0 ഉണ്ട്, അത് അവിടെ ഇട്ടിട്ടില്ല, അത് വിട്ടുപോയതാണ്. അപ്പൊ ഇത്തരം ഒരു എന്താ പറയാ നമ്മളുടെ വൈറ്റമിൻസ്, അതുപോലെ ആന്റിബയോട്ടിക്സ്, ലിവർ എക്സ്ട്രാക്റ്റുകളൊക്കെ നമ്മൾ മെഡിസിൻസ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രം പുറത്തെടുത്താൽ മതി. അതർവൈസ് അത്തരം സാധനങ്ങളെല്ലാം തന്നെ എങ്ങനെയുള്ള ഒരു റൂമിലാണ് വെക്കേണ്ടത്? 15 degree Celsius to 20 degree Celsius ടെമ്പറേച്ചർ മാത്രമുള്ള ഒരു എന്താ പറയാ സ്റ്റോർ ചെയ്യേണ്ട കോൾഡ് ഒരു റൂമിലായിരിക്കണം. ഓക്കെ, ആൻഡ് ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. അതായത് ആവശ്യത്തിന് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി ഉള്ള ഒരു എന്താ പറയാ AC റൂമിലായിരിക്കണം ഇത്
വെക്കേണ്ടത്, ഇത്തരം മെഡിസിൻസ് കീപ്പ് ചെയ്യേണ്ടത്. ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറ, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് ടു 2 to 8 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ വീണ്ടും പറഞ്ഞേക്കാണ് ചില വാക്സിൻസ്, ചില സെറംസ്, അതുപോലെ ഹോർമോൺസ് ഒക്കെ അത് 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഡീപ്പ് ഫ്രീസിംഗ് ആണ് അതിന് വേണ്ടത്. മറ്റേതിനത്ര വേണ്ട. വിറ്റാമിൻസിനും അതുപോലെ തന്നെ ലിവർ എക്സ്ട്രാക്ട്സിനും ആന്റിബയോട്ടിക്സിനും ഒന്നും അധികം വേണ്ട. അത് 15 to 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ സെറ വിത്ത് വാക്സിൻസ്, ഹോർമോൺസ് ഒക്കെ 2 ഡിഗ്രി to 8 ഡിഗ്രി സെൽഷ്യസ് ഡീപ്പ് ഫ്രീസിംഗിലാണ് അത് വെക്കേണ്ടത്, അല്ലെങ്കിൽ കൂളറിൽ. അപ്പൊ അത്തരം കാര്യങ്ങൾ അങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ എന്താ പറയാ, ഈ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ട് ഒക്കെ ആ റൂമിൽ പ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ആ ഡയൽ തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ എക്സിബിറ്റ് ടെമ്പറേച്ചർ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്ത് കാണിക്കും അതിനകത്ത്. അപ്പൊ ഏകദേശം ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെയാണോ അല്ലെങ്കിൽ മാറിപ്പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി മെഡിസിൻസിന്റെ ആ ഒരു അത്രയും റെഫ്രിജറേഷൻ കിട്ടിയില്ലെങ്കിൽ ആ മരുന്നത് മോശമായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടെമ്പറേച്ചർ എപ്പോഴും കീപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡയൽ തെർമോമീറ്റർ വെക്കുന്നത്, ടെമ്പറേച്ചറിനെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എന്നിട്ട് ചാർട്ട് ചെയ്തൊക്കെ വെക്കുക എന്നുള്ളതാണ്. അതും എന്താ പറയാ കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രഗ്സിന് ആവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം മെഡിസിൻസ് ആണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ കോൾഡ് സ്റ്റോറേജിലും ഇൻഫ്ലേമബിളിലും നാർക്കോട്ടിക്സിലും ജനറലിലും ഒക്കെ വരുന്ന മരുന്നുകൾ ഓരോന്നിനും പ്രത്യേകം രീതിയിലാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. ക്ലിയർ ആയോ? കോൾഡ് സ്റ്റോറേജിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് കീപ്പ് ചെയ്യേണ്ടത്? ചില മെഡിസിൻസിന്റെ എന്താ പറയാ, ഇപ്പൊ നമ്മളുടെ ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ ഏത് ഒരു എന്താ പറയാ റെഫ്രിജറേഷനിലാണ്, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ വാക്സിൻസ്, സെറ, ഹോർമോൺസ് ഏത് ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യേണ്ടതെന്നും അതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചേക്കണം കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഏതൊക്കെ രീതിയിലാണ് സ്റ്റോറേജ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിസിൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതും ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, വായിച്ചു നോക്കണം. ഒന്ന് കോൾഡ് സ്റ്റോറേജുമായി ഇൻഫ്ലമബിൾ ഒന്ന് വായിച്ചു നോക്കിയേ, വേഗം ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അവിടെ വരെ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഫിനാൻസ് പിന്നെ ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്. നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ ധൃതി പിടിച്ച് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് എല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. ടു മെനി ആവുമ്പോ ബുദ്ധിമുട്ടാണ് അല്ലെ മനസ്സിൽ ഓർത്തിരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കൂടി എടുക്കാം. മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇനി മരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് അവരെടുത്ത് തരുന്നു, നമ്മളത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്നു, വീട്ടിൽ പോയിരുന്നു കഴിക്കുന്നു അല്ലെ. പക്ഷെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചില കുറച്ചുകൂടി അധികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് നമുക്ക് വേണ്ടി അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ല, റെഡി ടു അത് എടുത്തിട്ട് പോകാൻ പറ്റില്ല. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഡൺ ഇൻ മെഡിക്കേഷനിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വാർഡിലേക്കൊക്കെ
ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നിന്ന് മെഡിസിൻസ് ഒക്കെ പോകുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡോക്ടേഴ്സ് റൈറ്റ്, നമുക്കറിയാലോ നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ വിൽ ബി റിട്ടൺ ബൈ ദ ഡോക്ടേഴ്സ്. ആരാണ്? ഡോക്ടേഴ്സ് ആണ് അത് മരുന്നൊക്കെ കുറിക്കണേ, മരുന്നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കുറിച്ച് എഴുതുന്നത് ഡോക്ടേഴ്സ് ആണ്. And these medicines which is prescribed by the doctors will be handed over to the nurses. അത് എന്ത് ചെയ്യുന്നു? നമ്മൾ കൊണ്ടുപോയി, നമ്മളല്ല, അവിടുത്തെ നഴ്സുമാരുടെ കയ്യിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. നഴ്സസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HIS, അതായത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ IT ഉപയോഗിച്ച്, ഈ പറയുന്ന IT ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നഴ്സസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസിനെ എന്ത് ചെയ്യുന്നു? അവരുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഡോക്ടേഴ്സ് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണല്ലോ, അല്ലെ? നമുക്ക് വായിക്കാൻ പറ്റാറുണ്ടോ എല്ലാ മരുന്നുകളും ഡോക്ടേഴ്സ് എഴുതുന്നേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തി, നമ്മൾ വല്ല രോഗം വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് പോകാറ് മാത്രമേ ഉള്ളൂ, അതിന്റെ പരിചയം മാത്രമേ ഉള്ളൂ നമുക്ക്, അല്ലെ? പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഇതിങ്ങനെ ആദ്യത്തെ അക്ഷരം അറിയാം, പിന്നെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ ആയിരിക്കും, എന്താണോ എഴുതിയേക്കണേ. ബട്ട് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാവും, ആർക്ക്? നഴ്സസിന്. ദേ ക്യാൻ പ്രിസ്ക്രൈബ് ദിസ് മെഡിസിൻസ്, ട്രാൻസ്ക്രൈബ് ദിസ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ബൈ യൂസിങ് HIS, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അവർക്കൊരു സിസ്റ്റം ഉണ്ട് ഹോസ്പിറ്റൽസിന്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ സഹായത്തോടെ അവര് ഈ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് അവരുടെ ശരിക്കുള്ള മരുന്നിന്റെ പേരിന്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു. അതിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. ആൻഡ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ട് അവർക്ക്. അതിന് വേണ്ടി അവര് അത് വെച്ചിട്ട് ആ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എന്താ പറയാ മെഡിസിൻസിനെ അതൊരു എന്താ പറയാ പ്രിന്റഡ് ഫോമിലേക്ക് മാറ്റുന്നു. അതായത് അവിടെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവര് എന്തൊക്കെ മെഡിസിൻസ് ആണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് ആ HIS ഉപയോഗിച്ച്, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അതിനെ ഒരു പേരാക്കി മാറ്റും, അല്ലെങ്കിൽ ആ മെഡിസിന്റെ പേരാക്കി മാറ്റും. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് റീഡ് ചെയ്ത് അതിന്റെ അവരുടെ തന്നെ ഇലക്ട്രോണിക് റിക്വസ്റ്റ് കൊടുത്ത്, അതായത് ഹോസ്പിറ്റലിന്റെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് തന്നെ അതൊരു പ്രിന്റഡ് ഫോമിലേക്ക് ആ മെഡിസിൻസിന്റെ പേരുകൾ ആക്കി തീർക്കുന്നു. അതൊരു ഓർഡർ ഷീറ്റ് ആയിട്ട് ഇന്ന മെഡിസിൻസ് ആണ് പ്രിന്റഡ് ഫോമിൽ. അത് വെച്ചിട്ടാണ്, അല്ലാണ്ട് ഈ നേരെ ഡോക്ടർ എഴുതിയ അതേ മരുന്നിന്റെ ലിസ്റ്റ് വെച്ചിട്ടല്ല ഈ ഫാർമസിയിലുള്ള ഫാർമസിസ്റ്റുകൾ നമുക്ക് മരുന്നുകൾ എടുത്തു തരാൻ പോകുന്നത്. ഫാർമസിസ്റ്റില് ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റുകൾ ഉണ്ട്, അതായത് മരുന്ന് എടുത്തു കൊടുക്കേണ്ട ആൾക്കാര്. അവർക്ക് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആകില്ല. അതുകൊണ്ടാണ് ആ നഴ്സ് എന്ത് ചെയ്യുന്നു? അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് റീഡബിൾ ഫോമിലേക്ക് ആക്കുന്നു. അത് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ അത് പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി ആണ് എന്ത് ചെയ്യുന്നത്? ഫാർമസിസ്റ്റുകളുടെ മരുന്നുകൾ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് പ്രിന്റഡ് ഫോമിലേക്ക് ആക്കുന്നു. ദ മെഡിസിൻസ് വിച്ച് വിൽ ബി കെപ്റ്റ് ഇൻ സ്മോൾ മെഡിക്കേഷൻ കാർട്ട്. അതിനുശേഷം ആ പറഞ്ഞിരിക്കുന്ന ഓർഡർ പ്രകാരം, ആ ലിസ്റ്റ് പ്രകാരം മെഡിസിൻസ് എടുത്ത് ഒരു ചെറിയ മെഡിക്കേഷൻ കാർട്ട്, മരുന്ന് ഇടുന്ന ഒരു ചെറിയൊരു എന്താ പറയാ ഒരു കാർട്ട്, ഒരു മരുന്നുകളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സാധനം, ഒരു എന്താ പറയാ ഒരു റെക്ടാങ്കുലർ ഒരു ഷേപ്പ് പോലത്തെ ഒരു കാർട്ടാണ്. മനസ്സിലായി? അതിനകത്തേക്ക് എടുത്തു വെക്കും. അതോടൊപ്പം തന്നെ ആ മെഡിക്കേഷന്റെ ഓർഡർ, അതായത് നേരത്തെ പ്രിന്റഡ് ഫോമിലേക്ക് ആക്കിയ ഓർഡർ ഇല്ലേ, അതിനോടൊപ്പം ചേർത്ത് വെക്കും. അതും ആ മെഡിസിൻസും എടുത്തിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഈ ഒരു കാർട്ടിനകത്ത് പ്ലേസ് ചെയ്യുന്നു. കാരണം ഇത് മാറിപ്പോകരുത്, ആളുടെ പേരും കാര്യമൊന്നും മാറിപ്പോകരുത്. ഒരാൾക്ക് കൊടുക്കേണ്ട മെഡിസിൻ അയാളുടെ കാർട്ടിൽ അയാളുടെ മെഡിസിനോടൊപ്പം ആ മെഡിക്കേഷൻ ഓർഡർ കൂടി കീപ്പ് ചെയ്യുന്നു. Pharmacist, after taking this medicines, they have to make the cross checks with the order. ആ പറഞ്ഞിരിക്കുന്ന ഓർഡറും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന മെഡിസിനും എടുത്ത് നമ്മുടെ ഫാർമസിസ്റ്റുകൾ ഒത്തുനോക്കും. എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. ശരിയാണോ? ആർക്കൊക്കെയാണ് ഇന്ന മരുന്നുകളൊക്കെയാണോ? ഓക്കെ, ഇതൊക്കെയാണോ എന്ന് ശരിയാണോ എന്ന് കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്യണം. കാരണം മനുഷ്യന്മാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയല്ലേ. അപ്പൊ ഒറ്റ പ്രാവശ്യമൊക്കെ നോക്കി ശരിയാണ് എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. അപ്പൊ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് നോക്ക്. അത് ഫാർമസിസ്റ്റുകളാണ് അതൊക്കെ ചെയ്യേണ്ടത്. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ പ്രോപ്പർ ഡിസ്പെൻസിങ് ഓഫ് മെഡിക്കേഷൻസ് ഇൻ സ്മോൾ ബാഗ്സ്, അതായത് അതിനുശേഷം വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കവറുകളിലേക്ക് ഈ മെഡിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ഇടുന്നു. നമുക്കറിയാം പേഷ്യന്റ് വൈസ് വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ ഓരോ കാർട്ടിനകത്തും ഓരോ പേഷ്യന്റിന്റെ മെഡിസിൻസ് ആണ് എടുത്ത് വെച്ചേക്കണേ. അപ്പൊ എന്ത് ചെയ്യും? അതൊക്കെ ഇങ്ങനെ ചെറിയ ബാഗുകളിലേക്ക് കുഞ്ഞു കവർ പോലത്തെ സാധനത്തിലല്ലേ നമുക്ക് മരുന്നുകൾ തരാം. അപ്പൊ അതിനകത്തേക്ക് ഈ എന്താ പറയാ അതിനകത്ത് എഴുതാനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയതിനു ശേഷം അതൊക്കെ വെക്കും. ലേബലിംഗ് ഈസ് ഓൾസോ നെസസറി. കണ്ടോ, ലേബലിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന പേര് ഇപ്പൊക്കെ ആണെങ്കിൽ
മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നിന്റെ പേര് മുകളിൽ എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ എത്ര നേരം കഴിക്കണം, എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്, അതിനെയാണ് ലേബലിംഗ് എന്ന് പറയാം. അപ്പൊ ലേബലിംഗ് ഓൾസോ ഷുഡ് ബി ഡൺ ഇഫ് നെസസറി. വേണമെങ്കിൽ അത് ലേബലിംഗ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. നഴ്സുമാര് കൊടുക്കുമ്പോൾ ഫാർമസിസ്റ്റുകൾ തന്നെ അത് എഴുതിയിട്ടാണ് കൊടുക്കുക. Then submit the medication patient wise to the nurses accountable. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ മെഡിക്കേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം, ഇതിപ്പോ നമ്മൾ ഇൻപേഷ്യൻസിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻപേഷ്യൻസ് ആയിട്ട് കിടക്കുന്ന വാർഡുകളിലേക്ക് അത് കറക്റ്റ് ആയിട്ട് ആരാണോ ആ വാർഡിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിൽ, ആ വാർഡ് ഇരിക്കുന്ന സ്ഥലത്തുള്ള ഫ്ലോറിലെ നേഴ്സ് ആരാണോ അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു ഈ മെഡിക്കേഷൻസും. അതുപോലെ തന്നെ മെഡിക്കേഷന്റെ ഓർഡർ, ആ ഓർഡർ അടക്കം അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടൊക്കെ പേഷ്യന്റ് വൈസ് ആണോ എന്നൊക്കെ നോക്കി ആളുകൾക്കനുസരിച്ച് കിടക്കുന്ന പേഷ്യൻസിന്റെ അതനുസരിച്ച് തന്നെ ഓരോരുത്തരിലേക്കും കൊടുക്കുന്നു എന്നുള്ളതാണ്. Then the nurses have to receive these medicines from the pharmacy and also check the quantity according to the requirement. ഇനി വാങ്ങിച്ചു കഴിയുമ്പോൾ തന്നെ അപ്പൊ തന്നെ വാർഡിനകത്തുള്ള പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നഴ്സുമാരെ അതുകൊണ്ടുപോയി അവിടെ തന്നെ വേഗം കൊണ്ടുവെക്കുകയാണോ ചെയ്യുക? അല്ല, അത് കിട്ടുമ്പോൾ തന്നെ ഫാർമസിയിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് അത് കിട്ടുമ്പോൾ തന്നെ അവരതൊന്ന് ചെക്ക് ചെയ്യണം. ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ 3 നേരം കൊടുക്കാൻ പറയുന്നുണ്ട്, പക്ഷെ 3 നേരം കൊടുക്കാനുള്ള മരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഇവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേഴ്സ് അത് ചെക്ക് ചെയ്യാം. റിക്വയർഡ് ക്വാണ്ടിറ്റി തന്നെ മെഡിസിൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ ഗീവ് ദ മെഡിക്കേഷൻസ്. ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുവയ്ക്കുക, സൂക്ഷിക്കുക. ആൻഡ് അക്കോർഡിംഗ് ടു ദ ടൈം, എപ്പോഴൊക്കെയാണോ സമയത്ത് പേഷ്യൻസിന് ആ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിനെയാണ് ഗീവ് മെഡിക്കേഷൻസ് ടു ദ പേഷ്യൻസ് അക്കോർഡിംഗ് ടു ദ ടൈം. ഇനി പേഷ്യൻസിന് അതൊക്കെ കൊടുത്തതിന് ശേഷം ചെക്ക് ബിഫോർ മേക്കിംഗ് ദ ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. ഈ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെഡിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് നോക്കിയാൽ പേഷ്യന്റിന്റെ ID നമ്പറും പേരും അങ്ങനെ കിടക്കൊന്നും മാറിപ്പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാം. ബെഡ് നമ്പർ ചെക്ക് ചെയ്യണം, പേഷ്യന്റിന്റെ പേര് ചെക്ക് ചെയ്യണം. ഡോസ് ആൻഡ് ഡോസേജ്, എത്ര മരുന്ന് കൊടുക്കണം, ഏത് ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം, അത് ഉണ്ടെങ്കിൽ അതും പ്രിസ്ക്രിപ്ഷൻ ഫോമിൽ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കണം. പിന്നെ സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ, അതായത് ഓരോ മെഡിസിൻസ് പേഷ്യൻസിന് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ കൊണ്ടുവന്ന് ക്യാബിനറ്റിൽ സൂക്ഷിക്കണം, സ്റ്റോർ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ. എന്താ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻ സം കേസ് ചില പേഷ്യൻസ് അവരുടെ കേസ് ഷീറ്റ് ഒക്കെ ചോദിക്കും വിട്ടു പോകുമ്പോ. ഇൻ പേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ചിലപ്പോ ഡിസ്ചാർജ് ഒക്കെ പോകുന്നതിന് മുമ്പേ നേരത്തെ കൂട്ടി അവർക്ക് ചോദിച്ചു വെക്കും എന്ത് കേസ് ഷീറ്റ് വേണം എന്നുള്ളത്, എന്തൊക്കെ രോഗമാണ്, എന്തൊക്കെ ചികിത്സിച്ചു. ചിലർക്ക് അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതങ്ങനെ ചെല്ലുമ്പോ തന്നെ അങ്ങനെ എടുത്തൊന്നും കൊടുക്കൊന്നുമില്ല. അതിന് ചില ഇന്റന്റ് ഒക്കെ വേണം. അതായത് ആളുകൾ അതിനുവേണ്ടി നേരത്തെ തന്നെ പറഞ്ഞിരിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് ഷീറ്റ് ആവശ്യമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമാണ് അതനുസരിച്ചിട്ട് അവര് ഡോക്ടേഴ്സുമായിട്ട് എന്താ പറയാ ഡിസ്കസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് അറിയിച്ചതിന് ശേഷം പിന്നീട് അത്തരം സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഓടി ചെന്നിട്ട് ഞാൻ ഇത്ര ദിവസം കിടന്നാലേ എന്നെ ചികിത്സിച്ചത് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള കേസ് ഷീറ്റ് എനിക്ക് ഇപ്പൊ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് അങ്ങനെ സഡൻ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നേരത്തെ കൂട്ടി ചോദിച്ചു. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, അതായത് ഏറ്റവും അവസാനം പോകുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് അത്തരം കേസ് ഷീറ്റുകൾ ആവശ്യപ്പെടും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇവരിൽ നിന്ന് സ്വീകരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ഓരോ ഫ്ലോറിലുള്ള നഴ്സുമാർ അത് സ്വീകരിച്ചു വെക്കണം. ബിക്കോസ് എന്നാൽ അവർക്കാണ് അത് ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടേഴ്സിനെ, ഇവരിങ്ങനെ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ആ ഒരു കേസ് ഷീറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ. അപ്പൊ ഈ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവരിൽ നിന്ന് എന്താ പറയാ മനസ്സിലാക്കി ഇതൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പേഷ്യൻസിനും മരുന്നുകൾ ആ കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ ഇൻപേഷ്യൻസ്. ക്യാബിനില് അല്ലെങ്കിൽ വാർഡിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കേഷൻസിന്റെ പ്രൊസീജിയർ ആണ് നമ്മളിപ്പോ കണ്ടതൊക്കെ. ഓക്കെ, ഓരോരോ സെന്റൻസുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് അതിന്റെ കുഞ്ഞു രൂപങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു സാധനം എന്തായാലും പഠിക്കണം കേട്ടോ. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ, എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന്, ഇന്റന്റ് HIS ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ബിഫോർ മേക്കിംഗ് ദ ഇന്റന്റ് എന്നുള്ള കാര്യം. അപ്പൊ പോയിന്റുകൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. പോയിന്റുകളുണ്ടല്ലോ ABCDEF, F വരെയുള്ള പോയിന്റുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒന്ന് വായിച്ചു നോക്കിയാൽ മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ്.
ക്ലിയർ ആണോ? അപ്പൊ ഓക്കെ, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോറടിക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇങ്ങനത്തെ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. കുറെ നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ബോറടിക്കും. അപ്പൊ ഉള്ളത് കൂടി ഇല്ലാതെയാണ്. അതിൽ ഭേദം സേഫ് ആയിട്ട് സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുന്നതായിരിക്കില്ലേ നല്ലത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താണ്. അപ്പൊ അതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടാ. കുറച്ചൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് കുറെയൊക്കെ. ഓക്കെ, സീ യു. അടുത്ത ദിവസം നമ്മൾ ചാപ്റ്റർ തീർക്കും. എന്റെ പോർഷൻസും അതോട് തീരും. നമ്മൾ എക്സ്ട്രാ നോട്ട്സ് ഉണ്ടെങ്കിൽ തന്നിട്ട്, നമ്മൾ എക്സ്ട്രാ നോട്ട്സ് അല്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നമ്മൾക്ക് ചാപ്റ്റർ തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും സമയമൊക്കെ കിട്ടുമ്പോൾ ഇരുന്ന് പഠിക്കുക കേട്ടാ. എല്ലാ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ വായിച്ചു നോക്കാം. 1-2 പ്രാവശ്യമൊക്കെ വീണ്ടും ആൻസറും ചെയ്യാൻ പറ്റും എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുകൂടിയൊക്കെ വായിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു, ബൈ.